السلام عليكم ورحمة الله تعالى وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا من سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن سيدنا محمدا عبده ورسوله ورسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل جاء الحق وزهق الباطل إن الباطل كان زهوقا. محمد ذكره روح لأنفسنا محمد شكره فرض على الأمم. مولاي صل وسلم على حبيبك خير يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم സഹോദരനെ പണ്ഡിത മഹത്തുക്കളെ, ബിയോന്യനായ ഗഫൂർ അൻവർ ഉസ്താദ്, എൻ്റെ പ്രിയങ്കരനായ ജാബിർ ഹുദവി, നല്ലവരായ രക്ഷിതാക്കളെ, കർമ്മോത്സുകരായ വിദ്യാർത്ഥി യുവജന സഹോദരങ്ങളെ, ഈ ശബ്ദം ശ്രവിക്കുന്ന നല്ലവരായ ശ്രോതാക്കളെ, കൂടുതൽ ആമുകളിലേക്കൊന്നും കടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. സമയത്തിൻ്റെ പരിമിതി മാനിച്ച് പെട്ടെന്ന് തന്നെ അവസാനിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അല്പം ചില കാര്യങ്ങൾ പറഞ്ഞു ഇൻഷാ അല്ലാഹ് നേരിട്ട് സംശയ നിവാരണത്തിലേക്ക് വേണ്ടി സമയം മാറ്റിവെക്കുകയാണ്. ധാരാളം ആളുകൾ വലിയ പ്രതീക്ഷയോടുകൂടെയാണ് ഈ പരിപാടി വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ മാത്രമല്ല, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലൂടെ കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിലൂടെ ലോകമെമ്പാടും ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുകയാണ്, കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് അള്ളാഹു നമുക്ക് നൽകിയ വലിയൊരു അനുഗ്രഹമാണ് നമ്മുടെ കേരള ഇസ്ലാമിക് ക്ലാസ് റൂം എന്നുള്ളത്. സാന്ദർഭികമായി ആമുഖമായി നിർത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മളെല്ലാവരും ഇന്ന് നെറ്റ് ഉപയോഗിക്കുന്നവരാണ്. കമ്പ്യൂട്ടറിലൂടെയും ലാപ്ടോപ്പിലൂടെയും മൊബൈലിലൂടെയും ടാബിലൂടെയൊക്കെ നെറ്റ് ഉപയോഗിക്കുന്ന നമ്മളൊക്കെ ഇന്ന് അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്തോടുകൂടെ അള്ളാഹുവിൻ്റെ ദീൻ 24 മണിക്കൂറും ലൈവായി പഠിക്കാൻ പറ്റുന്ന ഒരു സുവർണാവസരമാണ് കേരള ഇസ്ലാമിക് ക്ലാസ് റൂം എന്നത്. ഇത്തരത്തിൽ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന ഓരോ ദിവസത്തെ പ്രോഗ്രാമുകൾ, സംവാദങ്ങൾ, ചർച്ചകൾ, പഠനങ്ങൾ, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യേണ്ടതെങ്ങനെ, അതോടൊപ്പം തന്നെ ഭാഷാ പഠനങ്ങൾ, മസ്അലകളുടെ സംശയം തീർക്കൽ തുടങ്ങി ഒരു മനുഷ്യ ജീവിതത്തിൽ വേണ്ടുന്ന എല്ലാ കാര്യങ്ങൾക്കുമുള്ള ഏറ്റവും നല്ലൊരു പരിഹാര മാർഗമാണ് കേരള ഇസ്ലാമിക് ക്ലാസ് റൂം. നിങ്ങളൊക്കെ ആ കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിനെ ഉപയോഗപ്പെടുത്തണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ഇത് ഉപയോഗപ്പെടുത്താൻ അറിയാത്ത ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക്
നമ്മുടെ സൈറ്റിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ, എഡ്യൂക്കേഷൻ സൈറ്റിൽ പ്രവേശിക്കുകയോ അല്ലെങ്കിൽ കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിൽ സൈറ്റിൽ പ്രവേശിച്ചു കഴിഞ്ഞാലും എങ്ങനെയാണ് കേരള ഇസ്ലാമിക് ക്ലാസ് റൂം ഉപയോഗപ്പെടുത്തുന്നതെന്നുള്ള വിവരം ലഭിക്കും. എല്ലാവരും ഇത് ഉപയോഗപ്പെടുത്തണമെന്ന് വളരെ സ്നേഹത്തോടുകൂടെ ആമുഖമായി ഞാനോട് തന്നെ ആഗ്രഹിക്കുകയാണ്. മറ്റൊന്ന് നടത്താനുള്ളത്, നമ്മുടെ സംഘാടകർ 2-3 കസാര ഒന്ന് മാറ്റിയിടണം. അത് നിങ്ങളിരിക്കാൻ പാടില്ല, നിങ്ങൾക്ക് വേറെ കസാര ഇട്ട. ആ 3 കസാര സംശയത്തിന് ആരാ താല്പര്യം കാണിക്കുന്നവർ അവർക്കിവിടെ വന്നിരിക്കാവുന്നതാണ്. അവർ വന്നു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് സംശയ നിവാരണം ആരംഭിക്കും. വരുന്നവർക്ക് സംഘാടകർ കൂട്ടത്തിലിട്ട് കൊടുക്കണം. കുറച്ച് വിട്ടിട്ട് ഇങ്ങോട്ടിട്ട് കിട്ടും. ഓക്കെ. വരുന്ന ആളുകൾക്ക് എല്ലാവിധ സുരക്ഷിതത്വവും നമ്മുടെ സംഘാടകർ നൽകണം. ഇതിന് വാശിയോ വൈരാഗ്യമോ ഒന്നുമല്ല. മറിച്ച് തെറ്റിദ്ധരിച്ചു പോയ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരന്മാർ, പാവങ്ങളായ തെറ്റിദ്ധരിച്ചു പോയ ഒട്ടേറെ ആളുകളുണ്ടാകും. അവർക്ക് തെറ്റിദ്ധാരണ തിരുത്താനുള്ളൊരു സുവർണാവസരം. അതുകൊണ്ട് തെറ്റിദ്ധരിച്ചു പോയ ഇതര പ്രസ്ഥാനത്തിൽപ്പെട്ട എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സർവാത്മന സ്നേഹത്തോടെ സന്തോഷത്തോടെ ഈ സംശയ നിവാരണ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. വരുന്നവർ വരികയും വന്നവരുടെ പേരും അതോടൊപ്പം തന്നെ അവരേത് നാട്ടുകാരാണെങ്കിൽ നാടും, സംഘടനയിൽ SSF-ലാണെങ്കിൽ SSF, അതല്ലെങ്കിൽ അവർക്കുള്ള ഉണ്ട് എന്ന് പറയപ്പെടുന്ന SYS, ഇതിൽ എന്ത് സ്ഥാനമാണ് വഹിക്കുന്നതെങ്കിൽ അതും പറഞ്ഞിട്ടായിരിക്കണം ചോദിക്കേണ്ടത്. അത് നമ്മൾ പറയുന്നത് അവരെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയല്ല. ആരെങ്കിലും വന്ന് പെട്ടെന്ന് ചോദിച്ചു പോയ നാളെ പ്രചരിപ്പിക്കുന്ന അറിയോ, അതൊരു നാടകീയ മുഖാമുഖമായിരുന്നു. അത് ഗഫൂർ ഉമരിയോ മുസ്തഫ അഷ്റഫിയോ വരുമ്പോൾ കൊണ്ടുവന്ന ആൾക്കാരാണ്. അത് അവരാണ്ട് ചോദിച്ചു, അവരാണ്ട് മറുപടി പറഞ്ഞു, ജനങ്ങളെ പറ്റിച്ചു എന്ന് പറയും. അത് വരാതിരിക്കാനാണ് ഏത് നാട്ടുകാരാണ്, ഏത് സംഘടനയിൽ എന്ത് സ്ഥാനം വഹിക്കുന്നവരാണ് എന്ന് പറഞ്ഞിട്ടായിരിക്കണം ചോദിക്കേണ്ടത്. ഒരു ചോദ്യമെന്നോ ഒരു ഉപചോദ്യമെന്നോ ഒന്നുമില്ല. ഇവിടെ നമ്മുടെ നിയമപാലകന്മാർ നമുക്ക് എത്ര സമയമാണോ അനുവദിക്കുന്നെങ്കിൽ അത്രയും നേരം. ഇപ്പം നമുക്ക് അങ്ങനെ പറയാൻ കഴിയുള്ളൂ. പഴയ കാലങ്ങളിലൊക്കെ നമുക്ക് സുബഹി വരെ ഇരുന്ന് സംശയ നിവാരണത്തിന് അവസരം കൊടുക്കാൻ കഴിഞ്ഞു വരും. ഇപ്പം നമുക്ക് സമയം ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥർ അനുവദിക്കുന്ന സമയം. അവർ 1 മണി വരെ പോകാന്ന് പറഞ്ഞാൽ നമുക്കൊരു കുഴപ്പമില്ല. സുബഹി വരാന്നാൽ നമുക്ക് കുഴപ്പമില്ല. സുബഹിന്റെ 5 മിനിറ്റ് മുമ്പ് ഇശാ നിസ്കരിക്കാത്തവർക്ക് നിസ്കരിക്കാനുള്ള അവസരം കൊടുത്താൽ മതി. അല്ലെ സാർ? നിയമപാലകന്മാർ അനുവദിക്കുകയാണെങ്കിൽ നമ്മൾ തയ്യാറാണ്. എത്ര നേരമാണോ അവർ അനുവദിക്കുന്നതെങ്കിൽ അത്രയും നേരം ചോദിക്കാൻ അവസരം ഉണ്ടാകും. വിവാദത്തിലിരിക്കുന്ന ഈ മുടിയെക്കുറിച്ചായിരിക്കണം ചോദിക്കേണ്ടത്. ഇന്ന് നമ്മൾ അതിനുവേണ്ടിയാണ് വേദിയൊരുക്കിയിട്ടുള്ളത്. സാധാരണ രീതിയിൽ നമ്മൾ പല ഭാഗങ്ങളും സുന്നത്ത് ജമാഅത്തും ഇതര വിഭാഗം മുജാഹിദ്, ജമാഅത്ത് ഇസ്ലാമി, തബ്ലീഗ് ജമാഅത്ത്, ഖാദിയാനി എല്ലാവർക്കും ചോദിക്കാൻ അവസരം കൊടുക്കാറുണ്ട്. പക്ഷെ ഇന്ന് നമ്മുടെ സംഘാടകർ ഇവിടുത്തുകാർ നമ്മൾ ആവശ്യപ്പെട്ടത് ഈ വിഷയത്തെക്കുറിച്ചായിരിക്കണമെന്ന്. സംഘാടകരാണല്ലോ പറയേണ്ടത്, ഒരു പരിപാടി സംഘടിപ്പിക്കുന്ന ആളുകളാണല്ലോ ആ വിഷയം പറയേണ്ടത്. അതുകൊണ്ട് തന്നെ ആ സംഘാടകരെ മാനിച്ചുകൊണ്ട്, സംഘാടകരുടെ അഭിപ്രായം മാനിച്ചുകൊണ്ട് ഇന്നത്തെ വിഷയം നമ്മൾ അതാണ്. അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കാൻ എൻ്റെ പ്രിയപ്പെട്ട നല്ലവരായ ഇതര പ്രസ്ഥാനങ്ങളൊക്കെ പെട്ടുപോയവരെ വളരെ സ്നേഹത്തോടുകൂടെ ഒന്നുകൂടി സ്വാഗതം ചെയ്യുകയാണ്. സംഘാടകർ അവർക്കുള്ള എല്ലാ അവസരങ്ങളും ഒരു വേദനയും അവരെ പ്രയാസപ്പെടുത്തുന്ന ഒന്നും തന്നെ ഇവിടെ സംഭവിക്കരുത്. ശ്രോതാക്കളും തന്നെ പരമാവധി എന്തെന്നെയായാലും ശരി, ഒരുപക്ഷെ നിങ്ങളൊക്കെ വേദനിപ്പിക്കുന്ന രീതിയിലുള്ള പ്രതികരണങ്ങളൊക്കെ ചോദ്യകർത്താക്കളുടെ ഭാഗത്തുനിന്നുണ്ടായേക്കാം. പലപ്പോഴും ഞങ്ങളുടെ അനുഭവങ്ങളാണ്. ഞങ്ങളെക്കുറിച്ചൊക്കെ രൂക്ഷമായ രീതിയിലൊക്കെ ചോദ്യത്തിൽ പറഞ്ഞേക്കാം. എന്തു വന്നാലും സദസ്സിന്റെ ഭാഗത്തുനിന്ന് ഒരു പ്രതികരണം ഉണ്ടാവരുത്. ശാന്തരായി വളരെ സ്നേഹത്തോടെ ഈ ചോദ്യോത്തരം കഴിയുന്നത് വരെ എല്ലാവരും ഇരിക്കണമെന്ന് അഭ്യർത്ഥിക്കാണ്. കാരണം പലരുടെയും ലക്ഷ്യം അങ്ങനെ ചോദിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് പ്രശ്നം ഉണ്ടാക്കി പരിപാടി അവസാനിപ്പിക്കലായിരിക്കും. നമ്മൾ അതിന് വഴി വെച്ചു കൊടുക്കുന്നത്. ഇപ്പോൾ ഒരാഴ്ച മുമ്പ് ഞങ്ങൾ നിലമ്പൂർ പ്രോഗ്രാമിൽ പങ്കെടുത്ത് എന്റെ പ്രസംഗം കഴിഞ്ഞപ്പോൾ ചോദിക്കണം എന്ന് പറഞ്ഞിട്ട് ആൾ വന്നു. ഭയങ്കര സ്ട്രോങ് ആയിട്ട് വന്നു. അപ്പോൾ വിചാരം ഈ ചോദ്യം സ്ട്രോങ് ആയി വരുന്നുണ്ട്, നമ്മൾ പേടിച്ചിട്ട് വേണ്ടെന്ന് പറഞ്ഞു. ഞാൻ പ്രസംഗം കഴിഞ്ഞ് വേറെ ആൾ പ്രസംഗം തുടങ്ങിയിരുന്നു, വേറെ സക്കാഫി. എത്ര സക്കാഫികളാ സുബ്ഹാനല്ലാഹ് പ്രസംഗിക്കാൻ അറിയും. ഇവിടെ തന്നെ ഇപ്പൊ എത്ര സക്കാഫികളെ പേരെ അനൗൺസ്മെന്റ് ചെയ്തത്? കുറേ സക്കാഫികളാണ്. അപ്പൊ നമുക്ക് സുഖമായി. ഇപ്പൊ കാര്യങ്ങളൊക്കെ സക്കാഫികളിന് ഇഷ്ടം പോലെ പറയാൻ. അവർ സക്കാഫി പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഇറങ്ങാൻ നിൽക്കുമ്പോൾ അവൻ്റെ പറഞ്ഞു ചോദിക്കണം പറഞ്ഞു. അപ്പൊ ഞാൻ ഇറങ്ങുന്നത് നിർത്തി ചോദിച്ചോട്ടെ എന്നിട്ട് ഞാൻ പോകണുള്ളൂ പറഞ്ഞു. വന്നാൽ അതിനേറെ സ്പീഡിൽ തിരിച്ചുപോയി.
പിന്നെ പുറത്തു പോയിട്ട് ഭയങ്കര ഒച്ചന്നെ. അപ്പൊ എന്താ അവിടെ ശബ്ദകോലാണ്ടം വല്ലതും അങ്ങോട്ട് തിരിയല്ലോ. എങ്ങനെ ഇതൊക്കെ നടക്കാതിരിക്കണം? ഇവരുടെ ആവശ്യം അങ്ങനെയാണ്. ഞാൻ ഇവിടുത്തെ SSFന്റെ ആൾക്കാർ അങ്ങനെയാണെന്ന് പറയുന്നില്ല. അങ്ങനെയാണോ അല്ലേ എന്ന് കുറച്ചുമ്പോൾ മനസ്സിലാവും ചെയ്യും. അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നില്ല. ഏതായാലും എല്ലാവരെയും സ്നേഹത്തോടെ ഒന്നുകൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാനൊരല്പം ചില കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ്. നേരത്തെ അഭിമന്യനായ ഗഫൂർ ഉസ്താദും ബഹുമാനനായ ജാബിർ ഹുദവിയൊക്കെ സൂചിപ്പിച്ചതുപോലെ പുണ്യനബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ഇന്ന് വല്ലാത്ത തട്ടിപ്പുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതുവരെ മുടിയും പൊടിയായിരുന്നെങ്കിൽ ഇപ്പൊ മുടി കലക്കാൻ പാത്രവും കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോഴത്തെ പുതിയ വിറ്റായിട്ട് പറഞ്ഞിരിക്കുന്ന പാത്രമാണ്. ഇനി സുബ്ഹാന ജല്ലജലാലു എന്തൊക്കെ വരികയാണെന്ന് അറിയില്ല. പണ്ടേ നമ്മൾ പലപ്പോഴും പ്രസംഗത്തിൽ പറഞ്ഞിരുന്നു, ഇനി പലതും വരാനുണ്ട്, ചെരുപ്പ് വരാനുണ്ട്. ഇനി അവസാനം ഒരു ബോഡി കൊണ്ടുവന്നിട്ട് ഇത് പുണ്യ നബിൻ്റെതാണോ പറയും, അല്ലാഹു അഅലം. ഇവരതിനും മടിക്കൂല. അതിനുള്ള തുടക്കങ്ങൾ ഇപ്പോൾ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. അതിനുള്ള തുടക്കങ്ങൾ ഇപ്പോൾ പല ഭാഗത്തും ഇവരുടെ പ്രമുഖരായ പല നേതാക്കന്മാരെയും പ്രഭാഷണം ശ്രദ്ധിച്ചാൽ ഇങ്ങനെയുള്ള പലതും വരുന്നൊരു ഉറപ്പാണ്. ഇപ്പൊ എന്താ പ്രസംഗിക്കുന്നത്? പുണ്യ നബി മുഹമ്മദ് റസൂലുള്ളാഹി, ഒന്നുകൂടി ഉറക്കനെ, അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് ചേർത്തി പറഞ്ഞാൽ മതി. പിന്നെ ഇവിടെ ഒന്നും ചിന്തിക്കേണ്ടതില്ല, പരിപൂർണമായി അംഗീകരിച്ചുകൊള്ളണം. ഇപ്പോഴത്തെ വാദം അങ്ങനെയാണ്. നബിയിലേക്ക് അങ്ങ് ചേർത്തി പറഞ്ഞാൽ മതി, പിന്നെ അവിടെ വേറൊന്നും ചിന്തിക്കേണ്ടതില്ല. അത് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേതാണെന്ന് അംഗീകരിച്ചുകൊള്ളണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ പലവട്ടം പലയിടത്തും ചോദിച്ചതാണ്. ഇപ്പൊ ഇവിടെ വന്ന് പ്രസംഗിച്ചു പോയ സക്കാഫി എന്റെ നാട്ടുകാരനാണ്. ഞാൻ പലയിടത്തും പറഞ്ഞു അദ്ദേഹത്തിനോട്, എന്തിനാ ഞങ്ങൾ വേറെ ദിവസം വരും, നമുക്ക് രണ്ടാൾക്ക് ഒരു ദിവസം പോയിക്കൂടെ? ഒരു വണ്ടിയുടെ ചെലവുള്ളൂ, ഞങ്ങൾ രണ്ടാൾ തൊട്ടടുത്താണ്, വളരെ അടുത്താണ് ഞങ്ങളുടെ വീടുള്ളത്. രണ്ടാൾക്ക് ഒരു ദിവസം വരിക, എന്നാ മൂപ്പര് കുറച്ച് പറയാം, പിന്നെ ഞാനും പറയാം. അതല്ലേ കുറച്ചുകൂടി നല്ലത്. അദ്ദേഹത്തിനോട് ഞാൻ പല സ്ഥലത്തും ചോദിച്ചതാണ്. അങ്ങനെയാണെങ്കിൽ പുണ്യ നബി മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് ചേർത്തി പറയുന്നതൊക്കെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേതാണെങ്കിൽ ഞങ്ങളുടെ കയ്യിൽ ഞങ്ങൾ എപ്പോഴും ചൂണ്ടിക്കാണിക്കാറുണ്ട്, ഇത് തിരിച്ചറിവ് എന്ന് പറയുന്ന ഒരു തിരിച്ചറിവുമില്ലാത്തൊരു പത്രമാണ്. ഇതാരതാ ഈ പത്രം? ഇത് കേരളത്തിലൊരു കുത്തുബുസമാന് പറഞ്ഞിട്ടുണ്ട്. ഇയാൾ സുൽത്താനുൽ ഉലമയാണെങ്കിൽ ഇയാൾക്ക് തോന്നി ഞാൻ ഇനി സുൽത്താനുൽ ഉലമ എന്ന് പറയുന്നില്ല, കുറച്ചുകൂടി സ്ട്രോങ് ആയിക്കോട്ടെ, ഇയാൾ കുത്തുബുസമാനായി. സുബ്ഹാന ജല്ലൽ, എന്തൊക്കെ ഇനിയിപ്പോ ഇവിടെ ഇറങ്ങാൻ പോകണം. കുത്തുബുസമാന്, സുൽത്താനുൽ ഉലമ. ഏതായാലും ഇതാരാ സാധനം? ഇത് നമ്മുടെ ആലുവ ഷെയ്ഖാണ്. ആലുവ ഷെയ്ഖ് അദ്ദേഹത്തിന്റെ പ്രസിദ്ധീകരണത്തിൽ പ്രവാചകരുടെ പുണ്യകേശ പ്രദർശനം സദസ്യ വികാര നിർഭരമായി. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുകേശം കുത്തുബുസ്സമാന കയ്യിലുണ്ടത്രേ. കുത്തുബുസ്സമാന ആരാ കൊടുത്തത്? ഏതെങ്കിലും അബൂദാബിൽ ഷെയ്ഖമാരൊന്നുമല്ല. പിന്നെ ആരാ കൊടുക്കുന്നത്? സ്വപ്ന കഥയുമല്ല. കുത്തുബുസ്സമാൻ മദീനയിൽ പുണ്യനബിയുടെ പരിശുദ്ധമായ ഖബർ സിയാറത്തിന് ചെന്നപ്പോ അവിടെ ഒരാൾ അന്വേഷിച്ചുകൊണ്ട് നടക്കുകയാണ്. ഐന സുൽത്താൻ, ഐന സുൽത്താൻ, ഐന സുൽത്താൻ. അന്ന് ഇയാൾ കുത്തുബുസ്സമാനായിട്ടില്ല, സുൽത്താനായിട്ടുള്ളൂ. അന്ന് ആലുവ സുൽത്താനാണ്. അപ്പോഴാള് ചോദിച്ചു നടക്കുന്നുണ്ടത്രേ, അന്വേഷിച്ച് നടക്കുന്നുണ്ടത്രേ, എവിടെയാ സുൽത്താൻ, എവിടെയാണ് സുൽത്താൻ? ചോദിക്കുന്ന ആൾ ആലുവ സുൽത്താനുമായി കണ്ടുമുട്ടുകയാണ്. കണ്ടുമുട്ടിയപ്പോൾ വന്നാള് പറഞ്ഞത്രേ ആലുവ സുൽത്താനോട്, സുൽത്താനെ, പുണ്യനബി മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞയച്ചതാണ്. സഹോദരങ്ങളെ, ഇത് സ്വപ്നത്തിലല്ല, യക്ലത്തിലാണ്. നമ്മൾ പകരാറുന്നതുപോലെ ഇത് യക്ലത്തിലെ ഉണർവില. ആലുവ സുൽത്താനോട് പറയുന്നു, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞയച്ചിട്ട് വരികയാ, റസൂൽ വിളിക്കുന്നുണ്ട്. എന്തിനാ? റസൂൽ ഒരു തിരികേശം ഏൽപ്പിച്ചിട്ടുണ്ട്, അങ്ങക്ക് നേരിട്ട് ഏൽപ്പിക്കാൻ. മദീനത്ത് നേരിട്ട് ഏൽപ്പിച്ച തിരികേശം ആരായുള്ളത്? ആലുവ സുൽത്താന്റെ കയ്യിലുള്ളത്. എന്റെ എസ്എസ്എഫുകാരാ, ഈ ആലുവ സുൽത്താന്റെ കയ്യിലുള്ള മുടി റസൂലുള്ളാഹിന്റെ മുടിയെ നിങ്ങൾ സമ്മതിക്കുമോ? എന്താ നിങ്ങളുടെ അഭിപ്രായം? നിങ്ങൾക്ക് എന്താ ഇതിനെ കുറിച്ച് പറയാനുള്ളത്? ഞാൻ ഈ സക്കാഫിയോട് എത്ര സ്ഥലത്ത് ചോദിച്ചറിയോ, പിന്നെ ആ സാധാ വഴിക്ക് വരില്ല.
ആലുവ സുൽത്താന്റെ കയ്യിലുള്ള തിരുകേശം എന്ന് ആലുവ സുൽത്താൻ പറയുന്ന കേശത്തെക്കുറിച്ച് അത് റസൂലുള്ളാഹിന്റെ കേശമാണ് നിങ്ങൾ സമ്മതിക്കുമോ? സമ്മതിക്കുമെങ്കിൽ ഞങ്ങൾക്ക് അടുത്ത ചോദ്യം വരാനുണ്ട് ഇവിടെ. സമ്മതിക്കുന്നില്ലെങ്കിൽ എന്തുകൊണ്ട്? അത് വേറെ ചോദ്യം. എന്താ സമ്മതിക്കാതിരിക്കുന്ന കാരണം? റസൂലുള്ളാഹി എന്നുള്ളവർക്ക് സനത് വയ്ക്കാൻ പറ്റുമോ? പറ്റൂല. കത്തിച്ചു നോക്കാൻ പറ്റും? അതും പറ്റൂല. ടോർച്ചടിച്ച് നോക്കാൻ പറ്റും? അതും പറ്റൂല. നേരുണ്ടോ? അത് യുക്തിവാദമാണ്, അതും പറ്റൂല. നിങ്ങൾ അല്ലാന്നറിയാം. ഏത് നിലക്കാണ് ആലുവ സുൽത്താന്റെ കയ്യിലുള്ള കേശം പുണ്യനബിന്റെതെല്ലാം നിങ്ങൾ പറയുക? ആണ് എന്നാണ് നിങ്ങളുടെ വാദമെങ്കിൽ നിങ്ങളെ ഉസ്താദ് കളവർന്നെന്നും പറയേണ്ടി വരും. എന്താ കാരണം? കാന്തപുരം ഉസ്താദ് കേരള ശബ്ദത്തിന് നൽകിയ ഒരു അഭിമുഖത്തിൽ പറഞ്ഞ എന്താ? കാന്തപുരം പറഞ്ഞത് കേരളത്തിൽ ആദ്യമായും അവസാനമായും തിരുകേശം ലഭിച്ചത് എനിക്ക് മാത്രമാണ്. ആദ്യമായിട്ടും അവസാനമായിട്ടും. ഇനി മുമ്പ് അടുത്ത അഭിമുഖത്തിൽ ഉണ്ടാകുക പാത്രം ലഭിച്ചത് എനിക്ക് മാത്രമായിരിക്കും. തിരുകേശം ലഭിച്ചത് എനിക്ക് മാത്രമാണ്. കേരളത്തിൽ ആദ്യമായും അവസാനമായും തിരുകേശം ലഭിച്ചത് എനിക്ക് മാത്രം. കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ. പത്രം കട്ടി നോക്കൂ നിങ്ങൾ. അപ്പൊ പിന്നെ കാന്തപുരം പറഞ്ഞ് കളവാണെന്ന് പറയേണ്ടി. അല്ലെങ്കിൽ ആലുവ സുൽത്താന്റെ കയ്യിലുള്ള കേശം തിരുകേശം അല്ലെന്ന് പറയേണ്ടി. രണ്ടാണെങ്കിൽ നിങ്ങൾ കൊടുക്കും. അതുകൊണ്ടാണ് ഈ സക്കാഫി മറുപടി പറയാത്തത്. നമ്മൾ എത്ര സ്ഥലത്ത് ചോദിച്ചു. ആ മുടിയുടെ കഥ അത്രയേ ഉള്ളൂ. നമ്മൾ പറഞ്ഞത് ഈ കേശം പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളതാണെന്ന് തെളിയിക്കാൻ എന്ത് രേഖയാണുള്ളത്? അത് ക്ലച്ച് പിടിക്കില്ല കണ്ടപ്പോഴാണ് പിന്നെ പൊടി ഉണ്ടെന്ന് അല്ലേ? ഒരു പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിലാണ്, സുപ്രഭാതം ഞാൻ പറയല്ലോ, നമ്മളെ പത്രമാണല്ലോ, അവിടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. പെട്ടെന്നൊരു വേളയിൽ സുപ്രഭാതം പറഞ്ഞപ്പോൾ ഞാൻ ഓർക്കുകയാണ്, നമ്മുടെ സുപ്രഭാതത്തിന്റെ കലണ്ടർ, നല്ലൊരു കലണ്ടർ, ഏറ്റവും ഉപകാരപ്രദമായ ഇന്ന് പത്രങ്ങളുടെ കലണ്ടറുള്ള കൂട്ടത്തിൽ ഏറ്റവും നല്ല കലണ്ടർ. എല്ലാ ഒഴിവു ദിനങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാനും, മദ്രസ ഒഴിവു ദിനങ്ങൾ, മുസ്ലിം ദിന ഒഴിവു ദിനങ്ങൾ, അങ്ങനെ തുടങ്ങി എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കലണ്ടറാണ് സംസ്ഥാന കമ്മിറ്റി SKS പുറത്തിറക്കിക്കുന്നു, സുപ്രഭാത കലണ്ടർ. നമ്മളൊക്കെ നമ്മുടെ വീടുകളിൽ, നമ്മുടെ പള്ളികളിൽ, മദ്രസകളിൽ, നമ്മുടെ സ്ഥാപനങ്ങളിൽ, നമ്മുടെ ഓഫീസുകളിലൊക്കെ സുപ്രഭാതത്തിൻ്റെ ഒരു കലണ്ടർ എല്ലാവരും തൂക്കണം. സംഘാടകർ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരും. നിങ്ങളൊക്കെ ഒരു കോപ്പി കൈപ്പറ്റണമെന്ന് സാന്ദർഭികമായി സംഘടനയ്ക്ക് വേണ്ടി നടത്തുകയാണ്. അപ്പൊ ഒരു പെട്ടെന്ന് പിന്നീട് പ്രത്യക്ഷപ്പെടുന്ന ഒരു മുടിക്ക് പ്രകാശം ഒരു പൊടി. അതെവിടുന്ന പ്രഖ്യാപനം ഉണ്ടായത്? കുണ്ടൂരിൽ വെച്ചുകൊണ്ടാണ്. കുണ്ടൂർ വെച്ചുകൊണ്ട് ഉസ്താദ് ഭയങ്കര പ്രസംഗം. എന്താ ഉസ്താദിന്റെ പ്രസംഗം? ഉസ്താദ് പറഞ്ഞു, ഇനി ഇതാ എറണാകുളം സമ്മേളനം വരുന്നതോടുകൂടെ ഇക്കൂട്ടർ വിറച്ചിട്ട് ചത്തുപോകും. നമ്മളൊക്കെ പുനർജന്മത്തിനാണ് ഇപ്പോൾ ഉള്ളത്. അന്ന് എല്ലാവരും വിറച്ച് ചത്തുപോയി, വിറച്ചിട്ട് ചത്തുപോകും. പിന്നെ അതൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു, ഇനി ഇൻഷാ അല്ലാഹ് നാളെ മർക്കസിൽ വെച്ചുകൊണ്ട് ഒരു പൊടി കലക്കി കൊടുക്കുന്നുണ്ട്. ഒരു പൊടി കൊടുക്കുന്ന കഥയാണ് പിന്നെ കേട്ടത്. മുടി കഴിഞ്ഞു, പിന്നെ ഒരു പൊടി. ഒന്ന് കേൾക്കൂ നിങ്ങൾ. ഇപ്പോഴത്തെ പാത്രം വന്ന സ്ഥിതിക്ക് പാത്രത്തിൽ കലക്കാൻ പറ്റിയ സാധനമുള്ള പൊടി, അത് മനസ്സിലാക്കണം, നല്ലതാണ്. ആ പൊടി ഒന്ന് പറയട്ടെ. തങ്ങളുടെ ആസാറുകളെ ഞങ്ങൾ ബഹുമാനിക്കുന്നതിന് നിങ്ങൾക്കെന്താ? നിങ്ങൾക്ക് വേണ്ടെങ്കിൽ നിങ്ങൾ ബഹുമാനിക്കണ്ട, നിങ്ങൾ ആചരിക്കണ്ട. നാളെ ഇൻഷാ അല്ലാഹ് മർക്കസ് തഖാഫത്തി സുന്നിയയിൽ ഷഹർ മുബാറക്ക് കാണിക്കപ്പെടുന്നു. കൂടാതെ ഷഹർ മുബാറക്കിന്റെ കൂടെ അത് ഇട്ട വെള്ളം സംസം വെള്ളത്തിലിട്ട് ആ വെള്ളം വലിയ ചെമ്പിലെ വെള്ളത്തിലൊഴിച്ച് എല്ലാവർക്കും കൊടുക്കുന്ന കൂട്ടത്തിൽ ഷഹർ മുബാറക്കിൻ അതിൽ മുക്കിയതിന് പുറമേ ആ വെള്ളത്തിൽ പുതിയ മറ്റൊന്നുകൂടി ചേർത്തിരിക്കുന്നു. എന്താണത്? ഞങ്ങൾക്ക് വിശ്വാസമുള്ളത് മദീന മുനവ്വറയിലെ തുർബത്തുൽ ഹുജ്റത്ത് ശരീഫ. കുട്ടികൾക്ക് എന്താണെന്ന് മനസ്സിലായിട്ടൊന്നുമില്ല. വഖഫ് കിട്ടിയപ്പോൾ തക്ബീറില്ലേതാണ്. പറയട്ടെ. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബർ ശരീഫിന്റെ മുകളിൽ സാധാരണ തുടക്കാറുണ്ട്.
ആ കമ്പിവലയുടെ ഉള്ളിലൂടെ കാറ്റ് കടക്കുകയും അതിലൂടെ പൊടി കടക്കുകയും ചെയ്യുമ്പോൾ ചെറിയ നേരിയ പൊടി അവിടെയുണ്ടാകും. അതിന് പുറമേ അവിടുത്തെ ആ ഖബർ ഷരീഫിന്റെ മുകളിൽ ചന്ദനത്തിന്റെ പൊടി ഇടാറുണ്ട്. അതെല്ലാം കൂടി എടുത്തിട്ട് മദീന മുനവ്വറയിലെ പ്രധാനപ്പെട്ട ആളുകൾ ആ റൗളത്തു ഷരീഫ് നോക്കുന്ന ആളുകളുടെ കൈവശത്തിലുള്ളതാണ്. അതാണ് തുറബത്തുൽ ഹുജറത്തു ഷരീഫ. അത് വിനീതനായ എനിക്ക് തന്നു. നാളെ നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തിൽ അതും കൂടി ചേർത്തിയതാണ് പൊടി കൊണ്ടുവന്നു. അപ്പൊ നമ്മൾ അതിന് അദ്ദേഹം എഴുതിയ പുസ്തകം തന്നെ മറുപടി പറഞ്ഞു. മദീനയിൽ നിന്ന് മണ്ണ് കൊണ്ടുവരുന്നതിന്റെ വിധി എന്താ? കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ എഴുതിയ പുസ്തകത്തിൽ നമ്മൾ ഉദ്ധരണി വായിച്ചു. മദീന ഹറമിൽ വെച്ച് വേട്ടജീവികളെ നശിപ്പിക്കരുത്, അവിടെയുള്ള മരമോ ചെടിയോ മുറിക്കലും കല്ലോ മണ്ണോ ഹറമിന് പുറത്ത് കൊണ്ടുപോകലും പാടില്ലാത്തതാകുന്നു. ഉസ്താദ് എഴുതിയ പുസ്തകമാണ്. പ്രായം കുറെ ആയില്ലേ, മറക്കാൻ തുടങ്ങിയതൊക്കെ. പിന്നെ ആ പൊടിയുടെ കാര്യം, ഒരു പൊടിയില്ലാതെ പോയി, ആ പൊടി പാറിപ്പോയി. പിന്നെ പറഞ്ഞൊരു കിസ്വ കച്ചവടാക്കിയിട്ടുണ്ട്, ഒരു കില്ല കച്ചവടാക്കിയിട്ടുണ്ട്, കുറച്ച് റേറ്റ് കൂടുതലാണ്, CM ഇബ്രാഹിം സഹായിക്കണമെന്ന് കൊണ്ടുവരാറുള്ളൂ. പിന്നെ കേട്ടതാണ് ഒരു കില്ലന്റെ, അതെന്തോ വില ഒത്തിരവുണ്ട്, അത് വന്നിട്ടില്ല. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കി എന്തൊക്കെ തട്ടിപ്പോയി കാക്കാനെടുത്തുള്ളത്. എന്തൊരു മനുഷ്യനാണ്. അതിനൊക്കെ കുട്ടികൾ തട്ടിപ്പിയത്. കില്ല കച്ചവടങ്ങൾ കേട്ടില്ലേ? എന്താണ് അദ്ദേഹം പറഞ്ഞത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രസിദ്ധമായ റൗളയിൽ പുതച്ചിരുന്നൊരു കില്ല, അത് ഉസ്താദിന്റെ ഉസ്താദ് കണ്ടു, നേരിട്ട് സംസാരിച്ചു. അപ്പോൾ വലിയ വിലയാണ് പറഞ്ഞത്. അപ്പോ CM ഇബ്രാഹിം എത്തിയിട്ട് പറയാണ്, ഇബ്രാഹിം സാഹിബ് സഹായിക്കുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് നമുക്കത് വാങ്ങാം. അല്ലെങ്കിൽ ആ പറഞ്ഞ റൈറ്റ് പക്ഷെ ഇവിടുന്ന് കിട്ടിയില്ലെങ്കിലോ? മുടിമ 40 കോടി കിട്ടിയതുപോലെ ഈ കില്ലമ കിട്ടിയില്ലെങ്കിൽ കച്ചവടം നട്ടാവൂലേ? വലിയ കച്ചവടക്കാരനാണല്ലോ. അത് പറഞ്ഞു ഇബ്രാഹിം സഹായിക്കണമെങ്കിൽ നോക്കാം. കേട്ടോളൂ. ഞാൻ മെനയാന്ന് രാത്രി മദീന മുനവ്വറയിൽ ഒരു പഴയ കില്ല കണ്ടു. മദീനത്ത് നേരത്തെ എഴുതി ഇങ്ങനെ തൂക്കിയിട്ടിരുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബർ ഷരീഫിന്റെ മുകളിൽ മൂടിയിരുന്ന ഒരു കുബ്ബ സൗദി ഭരണം വന്നിട്ടിപ്പോ ഏകദേശം 100 കൊല്ലത്തിന്റെ അടുത്തായി. ആ കൊല്ലം വരുന്നതിന്റെ ഖബരി വജബത്ത് ലഹു ശബ്ക ലൗലാക ലമാ ഖലഖതുൽ അഫ്ലാഖ്. എത്രയായി? 260 360 കൊല്ലം മുമ്പ് മദീന മുനവ്വറയിൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബർ ശരീഫിന്റെ മുകളിൽ മൂടിയ ആ കില്ല, ആ കഷ്ണം, ആ വലിയ വിലപിടിപ്പുള്ള, ഞാനത് സൂക്ഷിച്ച ആളോട് ചോദിച്ചു, ഇത് നമ്മക്ക് തരുമോന്ന്? ഞമ്മക്ക് തരുമോന്ന്? ആ മൂപ്പര് വില പറഞ്ഞു. പറയട്ടെ. അദ്ദേഹം പറഞ്ഞു ആലോചിക്കാം ഇൻഷാ അല്ലാഹ് എന്ന് പല സ്ഥിരം ശൈലിയാണ്. പോട്ടെ പറഞ്ഞു. പക്ഷേ $5 മില്യൺ ഇതിന് വില പറഞ്ഞിട്ടും ഞാൻ കൊടുത്തിട്ടില്ല. വേണം കൊടുത്തു. അതിനി വാങ്ങാൻ ഇബ്രാഹിം സാഹിബിനെ പോലത്തെ ആളുകളെ ഉണ്ടാവുള്ളൂ. ഇബ്രാഹിം സാഹിബിനെ പോലത്തെ ആൾക്കാര് അതൊരു സാധുവാണ്. ഈ മുടി വെള്ളം കുടിച്ചിട്ടൊന്നും അയാൾക്ക് ഇതൊന്നും ഇഞ്ഞും മനസ്സിലായിട്ടില്ല. ഇബ്രാഹിം സാഹിബിനെ പോലത്തെ ആൾക്കാർ തീരുമാനിച്ചാൽ നമുക്ക് ആ കില്ലണ്ട് കൊണ്ടുവരാം. അപ്പൊ അതിന് $5 മില്യൺ വേണം. അത് നടക്കൂലെന്ന് കണ്ടപ്പോ, കാരണം ഇബ്രാഹിം സാഹിബ് പഴയ കൈയഴിഞ്ഞ് കൊടുക്കലൊക്കെ നിർത്തി. അയാൾ ഇബ്രാഹിം സാഹിബ് കൊടുത്തിരുന്ന അയാൾ പറഞ്ഞിട്ട് കാര്യമില്ല. അയാൾ വിചാരിച്ചു തെരഞ്ഞെടുപ്പൊക്കെ വരുമ്പോ ഉസ്താൻ വല്ലതും കൊടുത്ത വോട്ടിട്ട് ജയിക്കുന്ന. കഴിഞ്ഞ കർണാടക തെരഞ്ഞെടുപ്പോടെ ആ സാധു വമ്പിച്ച തോന്നി. കർണാടകയിലെ ഏത് ലോക്കൽ കോൺഗ്രസ് നേതാവും നന്നായിട്ട് ജയിച്ചപ്പോ മുൻ കേന്ദ്രമന്ത്രിയായ CM ഇബ്രാഹിം, ഇല്ലാത്ത മുടിപ്പള്ളിക്ക് 5 കോടി വാഗ്ദാനം ചെയ്ത CM ഇബ്രാഹിം, കാന്തപുരത്തിനെ പോലെ 2 തിരികേശം കയ്യിലുണ്ടെന്ന് അവകാശവാദം ഉന്നയിക്കുന്ന CM ഇബ്രാഹിം തോറ്റെന്ന് മാത്രമല്ല 3ാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടു പോയി. അതുകൊണ്ട് CM ഇബ്രാഹിം ഇപ്പോൾ വലിയ താല്പര്യമൊന്നുമില്ല. $5 മില്യൺ എന്തിനാണ് കൊടുക്കുന്നത്?
അങ്ങനെ കില്ലിന്റെ കഥ കഴിഞ്ഞു. അപ്പോഴാണ് ഇന്നലെ തിരികേശത്തിന് പിറകെ തിരുനബിയുടെ പാനപാത്രവും 4ാമത്തെ ഘട്ടത്തിലേക്ക് കടന്നിരിക്കുക. ഇപ്പോഴത്തെ പുതിയ എപ്പിസോഡ് പാനപാത്രം. അതാരെ കൊടുക്കുന്ന ആള്? മുമ്പത്തെ ആളെന്നെ. സ്വീകരിക്കുന്ന ആളാ? സ്വീകാക്കന്നെ. പിന്നെ വലിയ കഥ പറയണ്ടാവും. കൊടുത്ത ആളും കണക്കാണ്, വാങ്ങിയ ആളും കണക്കാണ്. വല്ല സത്യസന്ധതയുള്ള ആൾക്കാരാണോ? മറ്റാളിപ്പോ ഏതായാലും ഈ ഹസർജി എന്ന് പറയുന്ന ആള് ഇത് നല്ലൊരു വ്യവസായമായിട്ട് കണ്ടിരിക്കുക. അയാൾ ലോകമെമ്പാട് കച്ചവടം നടത്തില്ലപ്പോ. ഈ മുടി നോക്കി നിങ്ങളൊരു താത്താ കൊടുക്കണയാള്. കാന്തപുരത്ത് കൊടുത്ത അതേ മുടി, അതുപോലത്തെ ഒരു മുടി ഒരു സ്ത്രീ കൊടുക്കുന്നു. ഇയാളൊരു കച്ചവടമായി കണ്ടിരിക്കുകയാണ് ഇപ്പോ. ചോദിക്കുന്ന ആളാണ്. അൽഹംദുലില്ലാ, സന്തോഷം. ഇതാണ് പൂർത്തിയായി എന്ന് പറയാം. 2 ക്ലിപ്പ് കൂടി ഇരുന്നോളൂ. എല്ലാവരും മുമ്പിൽ നിന്നിട്ട് ചോദിക്കണം. നമുക്ക് എല്ലാവർക്കും കാണാം. ഇപ്പൊ ഈ മുടി കേരളത്തിൽ കൊടുത്ത ഹസർജി ഇപ്പോ പല ഭാഗത്തും കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുക. വ്യാപകമായിട്ടുള്ള കച്ചവടം. അയാൾ വേൾഡിലാണ് കച്ചവടം നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു സ്ത്രീക്ക് അദ്ദേഹം മുടി കൊടുക്കുന്നുണ്ടോ? الله تعالى والله يشهد عليه ويراه وإني أبرأ إبله بعدما سليم وصلى الله وصحبه وسلم تسليما. الأمانة وحفظها. التثبيت أدعو لي عملها الإنسان لكن نسأل الله أن لا أكون ظلوما ولا جهولا. الله أكبر الله أكبر الله أكبر ما شاء الله. اللهم صل على سيدنا النبي. കാര്യങ്ങളും ഒക്കെ കാര്യമായിട്ട് നടക്കുക, അത് വ്യാപകമായിട്ട് നടക്കുന്നു. അപ്പൊ ഇനി കേരളത്തിലേക്ക് ഇനി ഒരു മുടിക്ക് പ്രസക്തിയില്ലെന്ന് കണ്ടപ്പോ ഹസ്രത്ത് തീരുമാനിച്ചത് ഒരു പാത്രം കൊണ്ട് വരാം, പൊടി മുടിയൊക്കെ കറക്കാൻ പറ്റിയൊരു പാത്രം ആയിക്കോട്ടെ തീരുമാനിച്ചു. അങ്ങനെയാണ് പുതിയ പാത്രം എത്തിയിരിക്കുന്നത്. ഇന്നലെ മർക്കസിലല്ല, അവരുടെ SYSന്റെ സമ്മേളനത്തിൽ വെച്ചുകൊണ്ട് ആ പാത്രം കൊടുക്കുന്നു കണ്ടോളി. പാത്രത്തിന്റെ മധുഹൊക്കെ ചുള്ളിക്കോട് സക്കാഫി പറയുന്നുണ്ട്. എന്നിട്ട് സക്കാഫി പറയാണ് ഈ പാത്രം എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന്, കേരളത്തിലേക്ക് ഈ പാത്രത്തിന്റെ ഉപകാരം എങ്ങനെ എത്തിക്കുക എന്നുള്ളത് ഇൻഷാ അല്ലാഹ് ഉസ്താദ് ലാസ്റ്റ് പ്രസംഗത്തിൽ പറയുന്നൊക്കെ പറഞ്ഞിട്ട് ഹസർജിയും ചുള്ളിക്കോടും ആ പാത്രത്തെ വിശദീകരിക്കുന്ന ഇന്നത്തെ സമ്മേളനമാണെന്ന് കണ്ടു. ബഹുമാനപ്പെട്ടവർ പറയും. വിശദീകരിക്കാത്തത് ബഹുമാനയുടെ സഹോദരൻ ചോദിക്കാൻ എത്തിയത് കൊണ്ടാണ് ഇത് പെട്ടെന്ന് അവസാനിപ്പിക്കുന്നത്. അദ്ദേഹം വളരെ പ്രതീക്ഷയോടെ താല്പര്യത്തോടെയാണ് അദ്ദേഹം വന്നിട്ടുള്ളത്. അതുകൊണ്ട് അദ്ദേഹത്തെ മാനിക്കൽ നമ്മുടെ ആവശ്യമായതുകൊണ്ട് ഞാനിത് കാണിച്ച് അദ്ദേഹത്തിന് അവസരം കൊടുക്കാൻ പോവുകയാണ്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ചോദ്യകർത്താക്കൾ ഉണ്ടെങ്കിൽ അതനുസരിച്ച് അങ്ങനെ പോകാം, അല്ലെങ്കിൽ ഈ നിരക്കും പോകാം. ഏതായാലും ഇന്നലത്തെ നടക്കേണ്ട പരിപാടി. ബഹുമാനപ്പെട്ടവർ പറയുന്നത്, ഇന്ത്യക്കാരായ വിശ്വാസികളെ, നിങ്ങൾക്കിതാ ഞാനൊരു വലിയ സമ്മാനം തരാൻ പോകുകയാണ്. ബഹുമാനപ്പെട്ട ഹബീബ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് വെള്ളം കുടിക്കാൻ ഉപയോഗിച്ച പാത്രമാണ് ഞാൻ ഈ ഉയർത്തി കാണിക്കുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും അതിലേക്ക് നോക്കാൻ ഒരവസരം ഞാനിതാ നൽകുകയാണ്. മാത്രമല്ല, ബഹുമാനപ്പെട്ട ശൈഖ് അബൂബക്കറുമായി സംസാരിച്ചുകൊണ്ട് ഇതിൽ ഒഴിച്ച വെള്ളം നിങ്ങൾക്ക് എങ്ങനെ എത്തിക്കാൻ പറ്റും, അത് ഇൻഷാ അല്ലാഹ് എങ്ങനെ നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളത് ബഹുമാനപ്പെട്ട ശൈഖ് അബൂബക്കർ നിങ്ങളെ ഉണർത്തുന്നതാണ്. എന്തേ പറഞ്ഞത്? ഇന്നിപ്പോ എല്ലാവരും നോക്കുക. ഇനി ഇതിൽ ഒഴിച്ച വെള്ളം എങ്ങനെ ഞങ്ങൾക്ക് എത്തിക്കുക എന്നുള്ളത് ഉസ്താദ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഉസ്താദിന്റെ പ്രസംഗ അവസാന സമയത്ത് ഉസ്താദ് ഉണർത്തും. ഇൻഷാ അല്ലാഹ് ഉസ്താദ് ലാസ്റ്റ് ഉണർത്തും. അതിന് മുമ്പ് നമ്മുടെ പ്രവർത്തകൻ ഇവിടെ കഴിഞ്ഞ പരിപാടിയിലൊക്കെ സർവ്വസാന്നിധ്യമായിരുന്നു അല്ലേ, SSFന്റെ പരിപാടിയിലൊക്കെ സാന്നിധ്യമായിട്ടുണ്ടായിരുന്ന അവരുടെ സജീവ പ്രവർത്തകൻ തന്നെ നമുക്ക് എത്തിക്കിട്ടില്ല. അതിയായ സന്തോഷമുണ്ട്. അനുഭാവിയാണ് അല്ലേ. ഓക്കെ, നമുക്ക് പറയാം. അവസരം തരാം. ഇവിടെ അത് വിശദീകരിക്കണം കേട്ടോ. വ്യക്തിപരമായിട്ട് ആർക്കും ഇവിടെ അവസരമില്ല. ഇല്ലല്ല, ഇവിടെ സംഘടന ഉണ്ട്. സംഘടന ആളുകൾക്ക് ചോദിക്കണം. വ്യക്തിപരമായിട്ട് വിഷയമൊന്നുമല്ല ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾ പറയണ്ട, ഞാൻ പറഞ്ഞിട്ടെങ്കിൽ തരും. നിങ്ങളിപ്പോൾ കേട്ടാൽ മതി. നിങ്ങൾ തുടക്കത്തിലേ കല്ലടിക്കണ്ട. നിങ്ങൾ മുണ്ടായിരിക്കും. ഞാൻ പറയണ കേക്ക്. ഞങ്ങൾ പെർമിഷൻ എടുത്ത മയക്കണം. മനസ്സിലായില്ലേ? മുണ്ടായിരിക്കും. അവസരം തരുമ്പോൾ നിങ്ങൾ പറഞ്ഞോളൂ കേട്ടോ. ഇവിടെ ഏതെങ്കിലും വ്യക്തികൾ തമ്മിലുള്ള പ്രശ്നം തീർക്കാനുള്ള വേദിയല്ല ഇത്. ഇവിടെ SKSSF പറയുന്നൊരു വിഷയമുണ്ട്, SSF പറയുന്നൊരു വിഷയമുണ്ട്. കാന്തപുരം മർക്കസിൽ സൂക്ഷിച്ചിട്ടുള്ള കേശങ്ങൾ അത് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളത് ആണ് എന്നാണ് SSF പറയുന്നത്, അല്ല എന്നാണ് SKSF പറയുന്നത്. അല്ല,
നിങ്ങളൊന്നും ഉണ്ടായിരിക്കേ, നിങ്ങൾ ഇപ്പൊ തന്നെ എങ്ങനെ ആയാലോ ഇങ്ങനെ ആവില്ലേ കേട്ടോ, ശ്രദ്ധിക്കട്ടോ. പിന്നെ അപ്പൊ ഇത് ആണോ അല്ലേ എന്നാണ് ഇവിടുത്തെ ചർച്ച. അതൊരു കേവലം നിങ്ങളൊരു വ്യക്തി ഞാനൊരു വ്യക്തി എന്നുള്ളതല്ല, സംഘടനകൾ തമ്മിലുള്ള പ്രശ്നമാണ്. വ്യക്തിപരമായ വൈരാഗ്യങ്ങളോ വ്യക്തിപരമായ വിദ്വേഷമോ ഇതിൽ ബാധകവുമല്ല. നമ്മൾ ചിലപ്പോൾ വ്യക്തിപരമായിട്ട് സ്നേഹബന്ധം ഉണ്ടാവാം, വ്യക്തിപരമായിട്ട് വിദ്വേഷം ഉണ്ടാകാം, അതൊന്നും ഇവിടുത്തെ ബാധകമേ അല്ല. ഇവിടുത്തെ പരമപ്രധാനമായ ചർച്ച ഈ രണ്ട് സംഘടനകൾ നേരിടുന്ന ഈ വിഷയത്തെക്കുറിച്ചാണ്. അതുകൊണ്ട് സംഘടനയെ പ്രതിനിധീകരിച്ചുകൊണ്ട് താങ്കൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം, ഇല്ല എങ്കിൽ വ്യക്തിപരമായ വിഷയങ്ങൾക്ക് ഇവിടെ യാതൊരു അവസരം തരുന്നതല്ലെന്ന് ആദ്യമായിട്ട് ഉണർത്താണ്. അല്ല, എനിക്ക് ഞാൻ പറഞ്ഞു കഴിയട്ടെ, നിങ്ങൾക്ക് തരും, നിങ്ങൾ പേടിക്കണ്ട, മൈക്ക് തരും, ഞങ്ങൾ മൈക്കും പിടിച്ചിരിക്കണേനല്ലേ, നിങ്ങളൊന്ന് സബൂറാകി നിങ്ങൾ തരും, പേടിക്കണ്ട, നിങ്ങൾക്ക് തരും. മറ്റൊന്ന്, അതിനിടയ്ക്ക് നമ്മുടെ സംഘാടകർ ഈ പരിപാടിക്ക് വലിയൊരു ബാധ്യത അവർക്കുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഇങ്ങനെ പരിപാടി സംഘടിപ്പിക്കണമെങ്കിൽ വലിയ ബാധ്യത ഉണ്ട്. നമ്മളടുത്ത് മുടിയില്ല, പൊടിയില്ല, കോടിയില്ല, പാത്രമില്ല, ഒന്നും നമ്മളടുത്തില്ല. ഉള്ള മുടി ഞങ്ങൾ തിരിച്ചു കൊടുക്കും ചെയ്തു. ഉള്ള മുടി ഞങ്ങൾ തിരിച്ചു കൊടുക്കും ചെയ്തു. ആ മുടി കൊടുത്തപ്പോൾ നമ്മൾ രണ്ട് വേറെ മുടി കൊടുത്തു, അത് ഓരോട് വെള്ളം കുടിക്കും ചെയ്തു. പിന്നെ അത് റോങ് ആണ് ഇപ്പോൾ നമ്മൾ പറയുകയും ചെയ്തു. ഒക്കെ ഇരിക്കട്ടെ. അതുകൊണ്ട് നമ്മളൊക്കെ കൊടുക്കേണ്ടത് ഈ പരിപാടിയുടെ വിജയത്തിന് വേണ്ടി നിങ്ങളാൽ കഴിയുന്ന ഒരു സഹായം എല്ലാവരും കൊടുക്കണമെന്ന്. കൈ പിന്നെ ഒരുപാട് സമയം തോന്നും. നിങ്ങൾ വ്യക്തികൾ എന്തായി കൈ തരും, നിങ്ങൾ പോയാൽ കൈ തരും. ബക്കറ്റ് വേണമെന്നില്ല, നിങ്ങൾ രണ്ടു മാർക്കാണ് ചെന്നാൽ മതി, കൈ എത്തുന്നുള്ളൂ. വേട് ചേർച്ചത് പോകണുണ്ടോ? അതെ, ബക്കറ്റ് ഉണ്ടെങ്കിൽ ഒക്കെ പോയിക്കോട്ടെ. ഇവിടെ നിന്ന് കൈ പിടിക്കും, സമയം ഇവിടെ പോകും. നമുക്ക് അതിന് തന്നെ സമയം പരിമിതമാണ്. വേണ്ട, ചോദിക്കാൻ വന്ന സ്ഥിതിക്ക് നമുക്ക് അതിന് അവസരം കൊടുക്കാം. നമ്മുടെ സമയം കളയരുത്. അത് അവിടെ പോയിട്ട് നിങ്ങൾ ബക്കറ്റിട്ട് പോയാൽ മതി, കൈ കൊണ്ട് പിടിച്ചു. ഓക്കെ, എല്ലാവരും അതിന് സഹായിക്കണമെന്ന് സഹകരിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഒരു മാന്യ സഹോദരൻ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ അവരുടെ പരിപാടികളിലൊക്കെ നിറസാന്നിധ്യമായിട്ടുള്ള വ്യക്തിയാണ്. സ്വാഭാവികമായിട്ടും പലപ്പോഴും ചോദിക്കാൻ വരുമ്പോൾ പലരും ചെയ്യുന്ന രീതി എന്താ വെച്ചാൽ നമ്മൾ സംഘടനയായിട്ടും ബന്ധമില്ല, മറ്റതാണ് മറിച്ചാണ്ട് ഒഴിഞ്ഞു മാറലാണ്. പിന്നെ നമ്മൾ അന്വേഷിക്കുമ്പോഴാണ് ആ ഒരു സംഘടനയായിട്ടുള്ള ബന്ധമൊക്കെ നമുക്ക് മനസ്സിലാകാറുള്ളത്. കഴിഞ്ഞ മുഖാമുഖങ്ങളിലൊക്കെ നമ്മൾ അനുഭവിച്ചാണത്. പിന്നെ കഴിഞ്ഞ മലപ്പുറം മുഖാമുഖത്തിൽ, അതുപോലെ തന്നെ കൊടിഞ്ഞി മുഖാമുഖത്തിന്റെ സീഡ് ഇവിടെ ലഭ്യമാണ്. ഏറെ ശ്രദ്ധേയമായ ഒരു മുഖാമുഖമായിരുന്നു. അതിൽ വന്നാൾ പിന്നെ വേഷം മാറി വന്നാൾ പോലെ നമ്മൾ പിന്നെ നേരിട്ട് കണ്ടതാണ്. വേഷം മാറി വന്നിരിക്കുന്നത്. അപ്പൊ അതൊക്കെ സാധാരണ മുഖാമുഖത്തിൽ ഉണ്ടാകുന്ന വിഷയങ്ങളാണ്. അതൊന്നും നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയമല്ല. മോനയുടെ ഗഫൂറൻ ഇവിടെ ഉണ്ട്, മോനയുടെ ജാബിർ ഇവിടെ ഉണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് കാര്യങ്ങളൊക്കെ നന്നായിട്ട് സംസാരിക്കാം. ഏതായാലും സഹോദരൻ ആദ്യം പേര് പറയണം, സ്ഥലം പറയണം, സംഘടനയുമായിട്ടുള്ള ബന്ധം പറഞ്ഞ് ഇൻഷാ അല്ലാഹ് മാന്യമായ രീതിയിൽ അത് പ്രത്യക്ഷത്തിക്കണം. മാന്യമായ രീതിയിൽ തന്നെ ആയിരിക്കണം ചോദിക്കേണ്ടതെന്ന് വളരെ സ്നേഹത്തോട് നിർത്തുന്നു. ഓക്കെ, നിർത്തുന്നു. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. എന്റെ പേര് മുഹമ്മദ് ഷാഫി. എന്റെ സ്ഥലം പാലച്ചിറമാടാണ്. പക്ഷേ സംഘടനയുടെ അനുഭാവിയാണ്. സംഘടനയുടെ സ്ഥാനങ്ങളൊന്നും വഹിക്കുന്നില്ല. എന്റെ വ്യക്തിപരമായിട്ടുള്ള സംശയങ്ങളാണ്. നിങ്ങളുടെ പല നേതാക്കന്മാരായിട്ടും ഞാൻ ബന്ധപ്പെട്ടു. പക്ഷെ അതിന് തക്കതായ മറുപടി കിട്ടാതായപ്പോൾ എന്റെ സ്നേഹിതനാണ് നാസർ, അതുപോലെ ഒരുപാട് ആൾക്കാർ. അവരോട് ഞാൻ വൈകുന്നേരം പറഞ്ഞത് ഞാൻ വ്യക്തിപരമായിട്ട് ചോദിക്കാൻ വരുന്നില്ല, എന്റെ സംശയം ഉണ്ട്, എഴുതി തരാന്ന്. നിങ്ങൾ കൊടുത്താൽ മതി, ഉസ്താദിന് മറുപടി പറഞ്ഞോളെന്ന് പറഞ്ഞു. അപ്പൊ അവർ പറഞ്ഞ എന്ത് സംശയം ഉണ്ടെങ്കിലും വ്യക്തിപരമാണെങ്കിലും നിങ്ങൾ വന്ന് ചോദിച്ചോളി, അതിനുള്ള ഇത് പ്രശ്നമില്ല, എന്നിട്ട് ബേജാറാവേണ്ട, എനിക്കൊരു പോറലും സംഭവിക്കില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് ആദ്യമായിട്ട് ഞാൻ ഇതാണ്. എന്റെ ചോദ്യം, ബർക്കത്തെടുക്കുന്ന വസ്തു വിൽപ്പന നടത്താൻ പാടുണ്ടോ എന്നുള്ളതാണ്. ഫസ്റ്റിൽ ഒരു നമ്പർ 1 ചോദ്യം. ബറക്കത്തെടുക്കുന്ന വസ്തു അത് വിൽപ്പന നടത്താൻ പാടുണ്ടോ? ഇതാണല്ലോ ബഹുമാനപ്പെട്ട സഹോദരന്റെ സംശയം. ബഹുമാനപ്പെട്ട മുസ്തഫ അഷ്റഫി ഉസ്താദ് അവറുകൾ വളരെ ചുരുങ്ങിയ സമയമാണ് നിങ്ങളോട് സംസാരിച്ചത്. ഈ ചോദ്യം ചോദിക്കേണ്ടത് ബഹുമാന്യനായ കാന്തപുരത്തോടാണ്. മറുപടി പറയേണ്ടതും കാന്തപുരാണ്. കാരണം മുമ്പ് നിങ്ങൾ കേട്ടല്ലോ ഒരു കില്ലയുടെ കാര്യം അല്ലേ? നിങ്ങൾ കേട്ടില്ലേ? എനിക്ക് തരുമോ എന്ന് ഞാൻ ചോദിച്ചു. എനിക്ക് തരുമോ എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ അതിന് എത്ര കാശ് പറഞ്ഞത് അല്ലേ? അപ്പൊ കാന്തപുരം എന്താ പറഞ്ഞത്? പാടില്ല, ബറക്കത്തെടുക്കുന്ന സാധനം വിൽക്കാൻ പാടില്ല എന്നാണ് കാന്തപുരം പറഞ്ഞത്. അല്ല, CM ഇബ്രാഹിമിനെ പോലുള്ള ആളുകൾക്ക് അത് സാധിക്കുള്ളൂ അല്ലേ? നിങ്ങൾ കേട്ടില്ലേ? നിങ്ങൾ കേട്ടില്ലേ സഹോദരന്മാരെ? ഇല്ലേ? അതുകൊണ്ട് ഈ ചോദ്യം സമസ്തയുടെ ആളുകളോടല്ല ചോദിക്കേണ്ടത്, ബഹുമാന്യനായ കാന്തപുരത്തോട് ചോദിക്കണം. കാന്തപുരം അതിന് മറുപടിയും പറയണം.
ഹലോ, ഞാൻ ചോദിക്കാൻ കാരണം നിങ്ങൾ വെല്ലൂർ ബാക്കിയാത്ത് സ്വാലിയാത്ത് എന്നാണെന്ന് പറഞ്ഞ് നിങ്ങൾ 2 ഷഹർ മുബാറക്കിന്റെ വെള്ളം വാവാട് ഉസ്താദ് കൊണ്ടുവന്നു. പിന്നെ നിങ്ങളെ പുറത്താക്കിയ കാസിം ഉസ്താദ് വിൽപ്പന നടത്തി 25,000 രൂപയ്ക്ക് ഒരു ബോട്ടിൽ വെച്ചിട്ട്. അതുകൊണ്ടാണ് എനിക്ക് സംശയം വരാനും അത് ചോദിക്കാനും കാരണം. സഹോദരന്മാര്, കാന്തപുരം കില്ല വിലയാക്കിയതിനെക്കുറിച്ച് ബഹുമാനായ സഹോദരന് ഒന്നും പറയാനില്ല, അല്ലേ? കാന്തപുരം കില്ല വിലയാക്കിയതിനെക്കുറിച്ച് ബഹുമാനായ സഹോദരൻ ഒന്നും പറയാനില്ല. എന്തെങ്കിലും പറയണ്ടോ? അപ്പൊ കാന്തപുരം പറഞ്ഞോ ബർക്കത്തെടുക്കണ സാധനം വിൽക്കാൻ പാടില്ല, വില പറയാൻ പാടില്ല എന്ന് പറഞ്ഞോ? അപ്പൊ വില ഇല്ലാത്തതുകൊണ്ട് വാങ്ങാൻ കാശില്ലാത്തതാണ് പ്രശ്നം, അല്ലേ? അപ്പൊ വിലാക്കാൻ പറ്റും, കാശുണ്ടെങ്കിൽ വാങ്ങും ചെയ്യാം. അപ്പൊ വിലാക്കാം, കാശുണ്ടെങ്കിൽ വാങ്ങും ചെയ്യാം. പ്രശ്നം തൽക്കാലം പിരിവ് നടത്തിയിട്ടില്ല, പിരിവ് നടത്തട്ടെ, കാശാവട്ടെ, അപ്പൊ ആലോചിക്കാം. നല്ല അർത്ഥം. ഇങ്ങനെയുള്ള അർത്ഥങ്ങളൊക്കെ നിങ്ങൾക്ക് തന്നെ സഹോദരന്മാരെ അറിയുള്ളൂ. കാന്തപുരം കില്ല വിലയാക്കി. കില്ല ചോദിച്ചു. അപ്പൊ വില പറഞ്ഞപ്പോ കാന്തപുരം പറഞ്ഞോ? നിങ്ങൾ കേട്ടില്ലേ? കാന്തപുരം പറഞ്ഞു. നിങ്ങൾ ക്ലിപ്പ് കേട്ടില്ലേ? കാന്തപുരം പറഞ്ഞു. എന്ത് അബദ്ധാത്! ഇത് പാടില്ലാത്ത കാര്യ കുട്ടിയെ. ബറക്കത്തിറക്കണ സാധനം വിൽക്കാൻ പറ്റുമോ? വില പറയാൻ പറ്റുമോ? പാടില്ലട്ടോ. ഇതാണോ കാന്തപുരം പറഞ്ഞത് ബഹുമാനമുള്ള സഹോദരന്മാരെ? ആണോ? അല്ല, അല്ലേ? വില ഓവറാണ്, സി ഇബ്രാഹിം സഹകരിക്കണം. അല്ലേ? അതെ, ഇതല്ലേ പറഞ്ഞത്? ബഹുമാനപ്പെട്ട അഷ്റഫ് ഉസ്താദ് ഒരിക്കൽ കൂടി ആ ക്ലിപ്പ് നിങ്ങൾക്ക് കേൾപ്പിച്ചു തരും. എന്നിട്ട് നിങ്ങൾ തീരുമാനിക്കും സഹോദരന്മാരെ. കാസിമി വെള്ളം വിറ്റോ ഇല്ലേ? തീർച്ചയായിട്ടും നമ്മൾ പറയും. തീർച്ചയായും നമ്മൾ പറയും. നമുക്കിവിടെ ഒരു പ്രശ്നമില്ല. ഈ ക്ലിപ്പ് ഒന്നുകൂടി നിങ്ങൾ കേൾക്കൂ, എന്നിട്ട് കാര്യം തീരുമാനിക്കും. പ്രിയപ്പെട്ട സഹോദരൻ, എന്ത് പേരുണ്ടെങ്കിൽ ഷാഫി ക്ലിപ്പ് ഒന്ന് കേൾക്കട്ടോ. അതിൽ വിൽപ്പനന്റെ സംസാരം ഉണ്ടോ ഇല്ല ഒന്ന് നോക്കിയിട്ട് അക്കപ്പ ചോദ്യത്തിനൊക്കെ മറുപടി തരും. അപ്പൊക്കെ ചെയ്ത് അതൊക്കെ പറഞ്ഞുതരാം. ഒരു പേടിക്കണ്ട. ഷാഫി ഇരിക്കൂ, പറഞ്ഞുതരാം. കേട്ടോളൂ. തങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ മെനയാന്ന് രാത്രി മദീന മുനവ്വറയിൽ എഴുതിയതാണ് ലൗലാക്കലം. അപ്പൊ എത്രയായി? മുത്തവറയിൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബർ ശരീഫിന്റെ മുകളിൽ മൂടിയ ആ ഖില്ല, ആ കഷ്ണം, ആ വലിയ വിലപിടിപ്പുള്ള ഞാനത് സൂക്ഷിച്ച ആളോട് ചോദിച്ചു, ഇത് നമ്മക്ക് തരുമെന്ന്. അദ്ദേഹം പറഞ്ഞു, ആലോചിക്കാം ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞു. പക്ഷേ $5 മില്യൺ ഇതിന് വില പറഞ്ഞിട്ടും ഞാൻ കൊടുത്തിട്ടില്ലാമോ? അയാളാ കൊടുത്തു പറഞ്ഞു. എന്ത് നിങ്ങളെ ഒന്ന് സഹോദരൻ, നിങ്ങൾ അങ്ങനെ അടങ്ങിയാലോ? ഒന്ന് കേൾക്കുകയും പറഞ്ഞുതരാ. $5 മില്യൺ പറഞ്ഞപ്പോൾ, വില പറഞ്ഞപ്പോഴും കൊടുത്തിട്ടില്ല. ഇനി ഉസ്താദ് പറയണം എന്താ കിട്ടും? അതാ വിഷയം. അതിനി വാങ്ങാൻ ഇബ്രാഹിം സാഹിബിന് പോട്ട ആളുകളെ ഉണ്ടാവുള്ളൂ. അത് വാങ്ങാൻ ഇത് $5 മില്യൺ കൊടുത്ത് വാങ്ങണമെങ്കിൽ ഇബ്രാഹിമിനെ പോലത്തെ സാധ്യമുള്ളൂ. അതിനർത്ഥം അതെ, അത് വേറെ കാര്യം. സാമ്പത്തികമുള്ളവർക്ക് സാധിക്കുള്ള കാര്യം ചർച്ച. വിൽപ്പന നടത്താൻ പറ്റില്ലേ? അല്ല ഒരു ആരും പറയരുത്, നിങ്ങൾ ആരും മിണ്ടരുത്. അപ്പൊ എന്തായി? ഉസ്താദിന് വാങ്ങൽ ഹറാമും പൈസ ഉള്ളവർക്ക് വാങ്ങൽ ഹലാലും. ചോദിച്ചതിന് മറുപടി തരാ സഹോദര. നിങ്ങൾ ഇത് ഏത് ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാവില്ലേ? ഉസ്താദ് പറഞ്ഞെന്താ? ഞാൻ വാങ്ങാത്തത് കാശ് തികയാത്തതുകൊണ്ട്. CM ഇബ്രാഹിമിനെ പോലുള്ളവർക്കേ സാധ്യമുള്ളൂ. അപ്പൊ ബർക്കത്തുള്ള സാധനം വാങ്ങാം, വിൽപ്പന നടത്താം. അല്ലെങ്കിൽ ഉസ്താദ് പറയേണ്ടെന്താ? ഞങ്ങൾ കുറച്ച് പ്രസംഗിച്ചാണ് ഒന്നും ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞിട്ട് തരാൻ അവസരം തരാറില്ലേ? ആദ്യം ശരി. ജപകോലം ഇതെന്നാ ഞങ്ങൾ ആദ്യമായിട്ട് മുഖം നടത്താം? തരുമല്ലോ, നിങ്ങൾക്ക് മൈക്ക് തരുമല്ലോ.
ഞങ്ങൾ ആദ്യം കാര്യം പറഞ്ഞു, നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് വ്യക്തമായ മറുപടി. കാസിമിന്റെ വിഷയം ഞങ്ങൾ തരാറില്ല, ഒരു പേടിയും പഠിക്കണ്ട. കാസിമിന്റെ പറഞ്ഞിട്ടേ ഇവിടുന്ന് ഇറങ്ങുള്ളൂ, ഒരു പേടി ഞങ്ങളില്ല. കാരണം എത്ര സ്ഥലത്ത് കേട്ടതാ കാസിമിന്റെ വിഷയം, ഞങ്ങൾ എത്ര സ്ഥലത്ത് പറഞ്ഞതാ. ഞങ്ങൾക്ക് ഇത് എന്ത് വിഷയമുള്ളത്? ഒരു പ്രശ്നമല്ല. ഇത് നിങ്ങൾ കേൾക്കും. ഏത് ഉസ്താദ് ആ കില്ലയെ കുറിച്ച് പറഞ്ഞപ്പോ വില താങ്ങാനാവാത്ത വിലയായി. അപ്പൊ എന്തേ പറഞ്ഞത്? CM ഇബ്രാഹിമിനെ പോലത്തെ ഒരു കേത് വാങ്ങാൻ കഴിയുള്ളൂ എന്ന് നിങ്ങൾ പറഞ്ഞ ഉസ്താദ് പറയേണ്ടത്. തബറുക്കിന്റെ സ്വാധീനം വാങ്ങാനും പാടില്ല, വിൽക്കാനും പാടില്ല. അതുകൊണ്ട് മക്കളെ ആ കച്ചവടത്തിൽ ഞാൻ തിരിഞ്ഞു പോന്നു എന്നല്ലേ ഉസ്താദ് പറയേണ്ടത്? അങ്ങനെ ഉസ്താദ് പറഞ്ഞിട്ടില്ലല്ലോ. ഇല്ല, ഉസ്താദ് പറഞ്ഞിട്ടില്ല. ഉസ്താദ് CM ഇബ്രാഹിമിനെ ജാക്കി വെച്ച് കൊടുത്തു നോക്കി. പക്ഷെ CM ഇബ്രാഹിം തോറ്റുകൊണ്ട് ജാക്കി മുതൽ കയറിയില്ല. അതുകൊണ്ട് തന്നെ വിൽപ്പന നടന്നില്ല. അപ്പോഴാണ് നമ്മളെ പാത്രത്തിൽ ഇനി കാസിമിന്റെ പറഞ്ഞല്ല. കാസിമി മുടിയിട്ട വെള്ളം വാവാട് ഉസ്താദ് വിറ്റുന്ന് പറയും. നിങ്ങളെ ചോദ്യത്തിന് ഞാൻ ചുരുമതിച്ചോട്ടെ, ആരാ വിറ്റാളെന്ന് പറഞ്ഞു? ആ മൈക്കുടിക്കും. ഉസ്താദ് പറഞ്ഞത് വാവാട് ഉസ്താദിന്റെ അടുത്ത് വെല്ലൂരിൽ നിന്ന് കൊടുന്ന സനദിലുള്ള വള്ളമുണ്ട്, കുപ്പിക്ക് 25,000 രൂപ വെച്ച് തരാമെങ്കിൽ അത് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ മുജാഹിദ് ബാലുശ്ശേരി ചോദിച്ചു, ഞങ്ങളെ ചോദ്യം അതന്നെയാണ്, ബർക്കത്തെ വള്ളം വിൽക്കാൻ പറ്റുമോ? ഇത് നിങ്ങളാണ്, ഇത് ഇവിടെ വിൽപ്പന നടത്തി മറ്റേ 500. ആര് വിൽപ്പന നടത്തുന്ന? കാസിമി നടത്തുന്ന, വാവാട് നടത്തുന്ന? കാസിമിന്റെ സാധനം കൊണ്ടുവന്ന് വാവാട് ഉസ്താദ് കാസിമിന്റെ ഉസ്താദിനെ വെച്ചുകൊണ്ടാണ് ഇവിടെ വിൽപ്പന നടത്തുന്നത്. ബ്രോക്കർ മാത്രമേ ഉള്ളൂ കാസിം ഉസ്താദ് അന്ന്. ഞങ്ങൾ പറയുന്നു കാസിം ഉസ്താദും വാവാട് ഉസ്താദും വിൽപ്പന നടത്തിയിട്ടേ ഇല്ല. ആ LCD അങ്ങനത്തുണ്ട്, LCD ക്ലിപ്പിട്ടായി, ക്ലിപ്പെന്നാ മതി. കാസിം ഉസ്താദ് അല്ലെങ്കിൽ വാവാട് ഉസ്താദ് മുടി വിറ്റു എന്ന് പറയുന്ന ഒരു ക്ലിപ്പ് കാണിച്ചുണ്ട്. ആ വെള്ളം ആയിക്കോട്ടെ, വെള്ളമല്ല, മുടിയല്ല, വെള്ളം വെച്ച ക്ലിപ്പ് ഇതാ, അതിന് കണക്ഷൻ തരാം. ക്ലിപ്പരി കണക്ഷൻ തരാം. ക്ലിപ്പ് തരി. നിങ്ങളല്ലോ പറഞ്ഞത് വിറ്റു എന്ന് പറഞ്ഞത്. ആ ലൈക്ക് വെക്ക്, മൈക്ക് കൊടുക്കേ. നിങ്ങളെ മൊബൈലിലുണ്ടെങ്കിൽ ആ മൈക്കിന്റെ മുന്നിൽ വെച്ചുകൊടുത്താൽ മതി. മൊബൈലിലുണ്ടെങ്കിൽ മൈക്കിന്റെ മുന്നിൽ വെച്ചുകൊടുത്താൽ മതി. വെച്ചുകൊടുക്കേ. ഇപ്പൊ ഡിലേറ്റ് ചെയ്തു. ഞങ്ങൾ പറയുന്നു, തീർത്തു പറയുന്നു, കാസിം ഉസ്താദ് വിറ്റിട്ടില്ല, വാവാട് ഉസ്താദ് വിറ്റിട്ടില്ല. ഉണ്ടെന്ന് തെളിയിക്കാൻ ഷാഫിയല്ല ആര് വന്നാലും ഞങ്ങൾ ഇല്ലെന്ന് തെളിയിക്കാൻ തയ്യാറാണ്. സംഘടനയ്ക്ക് ആരും നൽകരുത്. അതെ, നിങ്ങളെ അങ്ങനെ തർക്കിക്കണ്ട. നിങ്ങൾ പറഞ്ഞത് വിറ്റിക്കുണെന്ന് പറഞ്ഞാൽ തെളിയിക്കൽ നിങ്ങളെ ബാധ്യതയാണ്. അല്ലെ? ഒരു മിനിറ്റ്, നിങ്ങൾ ആരും മിണ്ടരുത്, സംഘടന ഒന്നും മിണ്ടരുത്. ഇത് ഞങ്ങൾ ചെയ്തോളാം. ഇത് ഞങ്ങൾ നിത്യം കാണല്ലേ, ഒരു ഷാഫിയല്ല, എത്ര എണ്ണത്തിൽ ഞങ്ങൾ നിത്യം കാണണ്ടേ. ഞാൻ മൈക്ക് കൊടുത്തു, ഷാഫി പറയട്ടെ. ഷാഫി, നിങ്ങൾ പറഞ്ഞു കാസിം ഉസ്താദ് ബ്രോക്കറായിട്ട്. ഇതുവരെ അങ്ങനെയല്ല പറഞ്ഞത്, കാസിം ഉസ്താദ് വിറ്റുന്ന എല്ലായിടത്തും പറഞ്ഞത്. ഇപ്പൊ പറയുന്നത് കാസിം ഉസ്താദ് ബ്രോക്കറായിട്ട്. അതെന്തോ മുമ്പ് അഡ്ജസ്റ്റ്മെന്റ് ഇപ്പൊ നടക്കണ്ടാവുമായിരിക്കാം, അതിന്റെ ഭാഗമായിരിക്കാം, എന്തോ ആവട്ടെ, അതൊന്നും ഞങ്ങളുടെ വിഷയമല്ല. കാസിം ഉസ്താദ് വിറ്റു അല്ലെങ്കിൽ വാവാട് ഉസ്താദ് വിറ്റു എന്ന് പറയുന്ന ഒരു രേഖ തെളിയിക്കാൻ ഷാഫിക്ക് സാധ്യമാണോ? ഹലോ, ഇപ്പോൾ എന്റെ മൊബൈലിൽ നിന്ന് അത് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഞങ്ങൾ പരിപാടി നടത്തിയപ്പോൾ നിങ്ങളെ ബാലുശ്ശേരിക്ക് ഞങ്ങൾ ബാലുശ്ശേരിക്ക് മറുപടി കൊടുത്തോളാം. അതിന് ഷാഫിക്ക് പറഞ്ഞ ലക്ഷ്യമല്ല, അത് ബാലുശ്ശേരി വരട്ടെ, ബാലുശ്ശേരിക്ക് കൊടുക്കണം, ഞങ്ങൾ അവിടെ കൊടുത്തോളാം. ഞങ്ങളെ ഇതൊക്കെ പഠിച്ചവരാണ്. SSF കൊടുക്കുന്നത് SSFിന് കൊടുക്കും, മുജാഹിദ് ബാലുശ്ശേരി അല്ല. നിങ്ങൾ പറയുമ്പോൾ ഞാൻ കേട്ടിരുന്നില്ലേ? ഞാൻ പറയുമ്പോൾ കേട്ടിരിക്കണ്ടേ? അല്ല, ഞാൻ പറയുമ്പോൾ കേട്ടിരിക്കണ്ടേ? അപ്പോഴല്ലേ മുഖമാകുള്ളൂ. നിങ്ങൾ മുൻകറിനൊക്കെ ഞാൻ മയ്യത്താവൂലേ? എന്താ സഹോദരൻ, ഇങ്ങനെയൊക്കെ ആയാലോ? ശരിയല്ലെഴുതുന്നു. നമ്മളൊരു വൈരാഗ്യം എഴുതുന്നുണ്ട്. ഞാൻ നിക്കൊന്ന് പറയട്ടെ സഹോദര, ഞാൻ പറയുന്നു, നിങ്ങൾ പറഞ്ഞപ്പോൾ ഡിലീറ്റ് ചെയ്തെന്നാണ്. നിങ്ങളെ പ്രവർത്തകന്മാർ ആരെങ്കിലും ഉണ്ടാവലോടെ നിങ്ങൾ പോയിട്ട് ആരെടുത്ത് കൊണ്ടുവന്നാലും ഈ പരിപാടി കഴിയുന്നതിന് മുമ്പ് എപ്പോ കൊണ്ടുവന്നാലും ഞങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാണ്, ഒരു സംശയമില്ല. ഞങ്ങൾ പറയുന്നു കാസിം ഉസ്താദ് വിറ്റിട്ടില്ല, വാവാട് ഉസ്താദ് വിറ്റിട്ടില്ല. ഉണ്ടെന്ന് തെളിയിക്കാൻ ഷാഫിക്കോ അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കുന്ന SSFർക്കോ സാധ്യമാണെങ്കിൽ ഷാഫിക്ക് അവസരം കൊടുക്കുന്നു. ഷാഫി പോയിട്ട് നിങ്ങളെ മൊബൈലിൽ ഡിലീറ്റ് ചെയ്തെങ്കിൽ നിങ്ങളെ പ്രവർത്തകന്മാർ ആരുടെ കയ്യിലുണ്ടെങ്കിലും നിങ്ങൾക്ക് കൊണ്ടുവരാം. ഒരു കാര്യം പറട്ടെ, ഒരു വിഷയം നിങ്ങൾ സമർത്ഥിക്കുമ്പോ ഒരാള് പറഞ്ഞാൽ, ഒരാൾക്കാർ ഞാൻ ഉദാഹരണം പറയാം, ഞാൻ ഇന്നൊരു ഇപ്പൊ ഗഫൂർ ഉസ്താദ് ഇന്നെ വിറ്റു ഞാൻ പറഞ്ഞാൽ വിറ്റിട്ടില്ല നിങ്ങളും പറയുകയാണെങ്കിൽ വിറ്റു തെളിയിക്കുന്ന ബാധ്യതായിരിക്കാം എനിക്കല്ലേ?
അവിടെ നിങ്ങളൊന്നും ഉണ്ടരുത്. അതിന്റെ ആവശ്യമില്ല. സംഘാടകർ ആരും ഇടപെടരുത്. അത് ഷാഫി നമ്മൾ നല്ല നിലക്കുള്ളൊരു ചർച്ച മാത്രമാണ്. ആരും ഇടപെടരുത്. ഒന്നും ഇവിടെ സംഭവിക്കൂല. ഇവിടെ സംഘാടകർ, നല്ല കഴിവുള്ള സംഘാടകരുണ്ട്. ആരൊന്നുമില്ല. ഷാഫിക്കൊന്നും സംഭവിക്കില്ല. സഹോദരന്മാർ ചിന്തിക്കുക. ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരും, ക്ലാസ് റൂമിലും മറ്റും കേൾക്കുന്നവർ, ഷാഫി ഇവിടെ വന്നിട്ട് പറഞ്ഞെന്താ? കാസിം ഉസ്താദ് വിറ്റു, അല്ലെങ്കിൽ വാവാട് ഉസ്താദ് വിറ്റു. ആ രണ്ടിലൊരാള് ആരോവട്ടെ ആയിക്കോട്ടെ, കൊണ്ടെന്നെന്തോ. അതെ, നിക്ക്. ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ കണ്ടോണ്ടാ ഞാൻ പറഞ്ഞു വിറ്റില്ലാന്നേ. അതാ ശരി. ആ സീഡി കണ്ടതുകൊണ്ടാണ്. നിങ്ങൾ ആ സീഡി ശരിക്കും ശ്രദ്ധിച്ചിട്ടില്ല. ഞാൻ പറയുന്നു, അല്ല കുറച്ച് പറയട്ടെ എന്നിട്ട് കഴിഞ്ഞോ? ഞാൻ പറയാം എന്ന് പറഞ്ഞ കേട്ടോ. കാസിം ഉസ്താദ് ഇവിടെ ശരിക്കും മുടിയിട്ട വെള്ളം വിറ്റു എന്ന് പറഞ്ഞത് നിങ്ങളാണ്. ഞാൻ പറയണത് അങ്ങനെ സംഭവിച്ചിട്ടേ ഇല്ല. ഒരു കാര്യം ഉണ്ടായി എന്ന് പറഞ്ഞാൽ അത് വാദിക്കുന്നവരല്ലേ തെളിവ് കൊണ്ടുവരേണ്ടത്? ആണോ അല്ലേ? തെളിവ് കൊണ്ടുവരേണ്ട ബാധ്യത ആയിരിക്കാം. അതിന്റെ ബാധ്യത ആയിരിക്കാം. ഞങ്ങൾ ഇപ്പോൾ സംശയം തീർക്കാൻ വന്നതാണ്. LCD ഞങ്ങളെ കയ്യിലല്ല, നിങ്ങളുടെ കയ്യിലാണ്. അപ്പൊ പിന്നെ എങ്ങനെ ഞങ്ങളെ തെളിയിക്കുക? LCD തരാം. അത് ഞങ്ങൾ ഇവിടെ എല്ലാവർക്കും അറിയുന്ന അനുഭവമാണ്. നിങ്ങൾ വിറ്റതിന്റെ തെളിവ് ഞങ്ങൾ ഇവിടെ പരിപാടി വെച്ചപ്പോഴും അല്ലാത്ത മുജാഹിദ് അടക്കം ചോദിച്ചതാണ്. ഈ കാശുള്ളവർക്ക് ബർക്കത്ത് മതിയോ എന്നുള്ള ചോദ്യം നിങ്ങളോട് ചോദിച്ച മറുപടി നിങ്ങൾ ഇവരെ കൊടുത്തിട്ടില്ല. അതേ ഷാഫി, ഇത് കുറക്കരുത്. ഞങ്ങൾ പറയുന്നത് ഷാഫി, നിങ്ങളെ മാത്രമല്ല എല്ലാവരെയും നിങ്ങളെ പലരും തെറ്റിദ്ധരിപ്പിച്ചതാണ്. അവിടെ വിൽപ്പന നടന്നിട്ടില്ല. അതാ നിങ്ങൾ വിൽപ്പന നടന്നു നിങ്ങൾക്ക് വാദമുണ്ടെങ്കിൽ നിങ്ങൾ കാണിച്ചെന്നാൽ LCD നിങ്ങൾ കൊണ്ടുവന്നാൽ ഞങ്ങളുടെ കയ്യിലുണ്ട്. നിങ്ങളെ മൊബൈലിൽ സാധനം ഉണ്ടെങ്കിൽ മൈക്ക് തരാം. മൊബൈലൊന്ന് മൈക്കിന് മുമ്പിൽ വെച്ചു കൊടുത്താൽ തന്നെ ആ ക്ലിപ്പ് കേട്ടാൽ പ്രശ്നം തീരും. അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങൾക്ക് അങ്ങനെ അഭിപ്രായമുണ്ടെങ്കിൽ അത് തെളിയിക്കേണ്ട ബാധ്യത നിങ്ങൾക്കാണ്. ഞങ്ങൾ 1000 കുതിരശക്തിയോടെ പറയുന്നു, കാസിം ഉസ്താദോ വാവാട് ഉസ്താദോ അങ്ങനെ വിൽപ്പന നടത്തിയിട്ടേ ഇല്ല. ഈ പരിപാടി കഴിഞ്ഞിട്ട് എപ്പോ വേണമെങ്കിലും ഷാഫിക്ക് പോയിട്ട് നിങ്ങളെ സംഘാടകരുന്ന ക്ലിപ്പ് വാങ്ങിയിട്ട് വരാം, ഇവിടെ നിന്ന് കേൾപ്പിക്കാം. ഞങ്ങൾ LCD വേണമെങ്കിൽ LCD തരാം, മൈക്ക് വേണമെങ്കിൽ മൈക്ക് തരാം, ഏത് അവസരമൊക്കെ തരാം. ഇല്ലാത്ത വാദത്തിന് മറുപടി പറയേണ്ട ആവശ്യം ഞങ്ങൾക്കില്ല. ഞങ്ങൾ പറയുന്നു, നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ, നിങ്ങളുടെ കയ്യിൽ ആ ക്ലിപ്പുണ്ടെങ്കിൽ, നിങ്ങളുടെ കയ്യിൽ വേണമെന്നില്ല, നിങ്ങളുടെ പ്രവർത്തകന്മാരുടെ കയ്യിലുണ്ടെങ്കിൽ, ഈ മൊബൈലിൽ നിന്ന് ഡിലീറ്റ് ചെയ്താൽ ഡിസ്കവറി സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് തിരിച്ചെടുക്കാൻ കഴിയും. അങ്ങനെ തിരിച്ചെടുത്തിട്ടോ എങ്ങനെയായാലും വേണ്ടില്ല, നിങ്ങൾക്ക് ആ ക്ലിപ്പൂടെ കേൾപ്പിക്കാൻ തയ്യാറുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ അങ്ങനെ വിൽപ്പന നടത്തിയിട്ടില്ല. നിങ്ങളെങ്ങനെ വിൽപ്പന നടത്തിയിട്ടുണ്ടെന്ന് തെളിയിച്ചെന്നാൽ പരസ്യമായിട്ട് മാപ്പ് പറയാൻ ഞാനും ഗഫൂറവരും ഒരുക്കമാണ്. നിങ്ങൾക്ക് ധൈര്യമുണ്ടോ കാണിച്ചു തരാൻ? മതി. അതുണ്ടെങ്കിൽ എന്ത് അല്ല. പിന്നെ നിങ്ങൾ വിൽപ്പന നടത്താൻ പറ്റുമല്ലോ. എനിക്ക് കാന്തപുരത്തിന് ക്ലിപ്പുകൾ കേൾപ്പിച്ചും ചെയ്തു. കാസിമിന്റെ വിഷയത്തിന് നിങ്ങൾ വിൽപ്പന നടത്തി തെളിയിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ പറയുന്നു പരസ്യമായിട്ട് നമുക്ക് പറയാം. വിൽപ്പന നടത്താത്ത ഞങ്ങൾ പറഞ്ഞ ആവശ്യമല്ലോ. വിൽപ്പന നടത്തിയിട്ടേ ഇല്ല. കാസിം ഉസ്താദ് അങ്ങനെ വിൽപ്പന നടത്തിയിട്ടേ ഇല്ല. ഞങ്ങളത് മലപ്പുറത്തുനിന്ന് പറഞ്ഞു. എല്ലാത്തരം തെളിയിച്ചു കഴിഞ്ഞു. ഒരാൾക്ക് ഇത് ഗണ്ണിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് നിങ്ങൾ ചോദിക്കുന്നത്, സഹോദര ക്ലിപ്പ് കൊണ്ടുവരൂ. ഉണ്ടെങ്കിൽ കൊണ്ടുവരാം, അല്ലെങ്കിൽ പോവാം. അടുത്ത പോയി സദസ്സൊരിക്കലും മിണ്ടരുത്. അതവരെ നമ്മൾ അവസരം കൊടുത്താണ്. നമ്മൾ അവരൊന്നും പറയരുത്. നിങ്ങൾ ആരും ഇടപെടരുത്. ഞങ്ങളിവിടെ ആളുകളുണ്ട്, ഇടപെട്ടോളാം. അതെ, കാന്തപുരയുടെ വിൽപ്പന നടത്തി നമ്മൾ ശരിക്കും കാണിച്ചു. കാന്തപുരത്തിന് കാശ് തികയാത്തതുകൊണ്ടാണ് അവിടെ വാങ്ങാറുന്നതെന്നും CM ഇബ്രാഹിം സഹായിക്കുകയാണെങ്കിൽ വിൽപ്പന നടത്താമെന്നും. വിൽപ്പന നടത്താൻ പാടില്ലെങ്കിൽ എന്താ പറയേണ്ടത്? 5 മില്യനല്ല, നിങ്ങൾ 1 ഉറുപ്പ്യക്ക് പറഞ്ഞാലും ഞാൻ അത് വാങ്ങൂല, കച്ചവടത്തിന് ഇല്ല എന്നല്ലേ പറയേണ്ടത്? അതല്ല ചെയ്തത്. കാശ് ഓവറായപ്പോൾ തിരിച്ചു പോന്നു. CM ഇബ്രാഹിമിനെ ചാക്കി വെച്ചു. നടക്കില്ലെന്ന് കണ്ടപ്പോൾ അത് നിർത്തി. പിന്നെ ഖാസർജിന്റെ കയ്യിലാണല്ലോ കിട്ടാവുന്ന ഒരു ഇതിൽ കിട്ടുന്ന പാത്രം, ആ പാത്രം കൊണ്ട് പൊളിപ്പിച്ചു. അതുകൊണ്ടൊന്നും അവസരം ക്ലിപ്പുണ്ടൊന്നും അവസരം. അസ്സലാമു അലൈക്കും. ഞാൻ ചെറുമുക്ക് സുന്നത്ത് നഗറിൽ നിന്നാണ്. പിന്നെ SKSFന്റെ ഒരു പ്രവർത്തകനാണ്. പക്ഷെ എന്റെ ഒരു ബന്ധുവിന് ഒരു സംശയമുണ്ട്. അപ്പൊ അത് തീർക്കാൻ വേണ്ടിയാണ്
പിന്നെ ഞാൻ ചോദിക്കുന്നത്, സഹോദരൻ ക്ഷമിക്കണം, പിന്നെ നമ്മളിപ്പോ SSF അവസരം കൊടുക്കും. നിങ്ങൾക്ക് അവരില്ലെങ്കിൽ അവസരം അവർ ഈ സ്റ്റേജിലുണ്ട്. അല്ല, അതുകൊണ്ടല്ല, അവർക്ക് വരാം. അവർക്ക് എന്തുകൊണ്ടറിയോ? എന്തുകൊണ്ട് ചോദിച്ചാൽ നാളെ പറയും ഉള്ള സമയത്ത് എക്സ്ക്യൂസ് ഉപയോഗപ്പെടുത്തി ഞങ്ങൾക്ക് അവസരം കിട്ടിയില്ല എന്ന് പറയും. അതുകൊണ്ടാണ്. അത് ദയവായിട്ട് ക്ഷമിക്കണം. തീർച്ചയായിട്ടും ഇല്ല, കഴിയില്ല. SSF അവസരമാണ്. കാരണം എന്തുകൊണ്ടറിയും? നാളെ പറയും അത് നിങ്ങളെ ആൾക്കാർ നമ്മൾ അഡ്ജസ്റ്റ്മെന്റ് ചെയ്തത് അതൊക്കെ പണ്ട് ഇവിടെ ചില ആൾക്കാർ നാടകീയ മുഖാമുഖം നടത്തിയിരുന്നു. അവിടെ പോയി ചോദിക്കാം, ഇവിടെ പറ്റൂല. ഇവിടെ SSF വരട്ടെ, എക്സ്ക്യൂസ് മറുപടി പറയും. ഏതായാലും ഷാഫി തുടരുകയാണ്. ഷാഫിക്ക് അത് അവസരമുണ്ട്. അത് കൊണ്ടുവന്നാൽ ബാക്കിയുള്ളത് അവസരം തരും. അത് തീരണം. അല്ലാതെ വെറുതെ എന്തെങ്കിലും ചോദിക്കാം, ഞങ്ങൾ എന്തെങ്കിലും മറുപടി അംഗീകരിക്കൂല. ഷാഫിക്ക് പോകാം, അത് വാങ്ങിക്കൊണ്ടുവരാം. വരുന്നവരെ ഇവിടെ സമയം അനുവദിക്കുന്ന സമയത്തുള്ള എപ്പോ വന്നാലും എന്റെ പ്രിയങ്കരനായ ഷാഫിക്ക്, അല്ലെങ്കിൽ ഷാഫി പറയണം പിൻവലിക്കണം, ഞാൻ അങ്ങനെ വിറ്റിട്ടില്ല എന്ന് പറയണം. എന്നാൽ ഷാഫിക്ക് പോകാം. ഓക്കെ, ആരാ ഒന്നും ചെയ്യരുത്. സംഘടനയൊപ്പം പോകണം. അവരൊരിക്കലും വേദനിപ്പിക്കരുത്. നമ്മളെ സദസ്സിലേക്ക് മാന്യമായിട്ട് വന്നവരെ മാന്യമായിട്ട് തന്നെ ഇവിടെ നമ്മുടെ ബാധ്യതയാണ്. കണ്ട നിങ്ങൾ ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചോളൂ. ചോദിക്കാമെന്നുള്ള ഗുണം ചോദിച്ചപ്പോ ചോദിക്കുന്നവർക്ക് സ്വന്തം നേതാവ് തന്നെ വിനയായി. എന്താ ക്ലിപ്പ് നിങ്ങൾ ശ്രദ്ധിച്ചേ? ഉസ്താദ് എന്താ പറഞ്ഞത്? എന്റെ ഉസ്താദ് ആ ക്ലിപ്പ് ഒന്ന് കളിപ്പിക്കുക. ആ ഭാഗം ലാസ്റ്റ് ഭാഗം കളിപ്പിക്കൂ. ആ കില്ലിന്റെ മധുഹൊക്കെ ഉടക്കട്ടെ, മൂപ്പര് കച്ചവടത്തിനകത്തെന്ന് പറയട്ടെ. SSF ഉണ്ടെങ്കിൽ തെളിവ് സഹിതം കിടന്നു കേട്ടോ. കാരണം സനത്ത് ഞങ്ങളെ പ്രധാന വിഷയമല്ലേ. തെളിവില്ലാത്ത വിടാൻ പറ്റുമോ? നമ്മൾ ആകെ സനതുവാണെന്നല്ലേ പറയണത്, തെളിവാണെന്നല്ലേ. കാരണം ഇത് പാവങ്ങളാണ്. ഞാൻ ഇവരെ കുറ്റപ്പെടുന്നില്ല. ഈ ഷാഫി അടക്കമുള്ളവരൊക്കെ സാധുക്കളാണ്, പാവങ്ങളാണ്, തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടവർ. നിങ്ങൾക്കറിയോ, കൊടിഞ്ഞു മുഖാമത്തിന് ഒരു കുട്ടി വന്ന് ചോദിച്ചെന്തറിയോ? ആ കുട്ടി വന്ന് ചോദിച്ചെന്തറിയോ? സനത് ചോദിക്കാൻ പാടില്ല എന്ന് ഫതാവുൽ കുബ്രയിലില്ലേ? ഞാൻ പറഞ്ഞു, മോനെ ഫതാവുൽ കുബ്ര എന്ന് വായിക്ക്. അപ്പൊ എനിക്ക് ഫതാവുൽ കുബ്ര അറിയില്ലായിരുന്നു. പിന്നെ എവിടെ നമുക്ക് കിട്ടി വെച്ചു? അത് AP ഉസ്താദിന് പ്രസംഗം കെട്ടാണ്. ആ പ്രസംഗം ഇട്ടുകൊടുത്തു, ഫതാവുൽ കുബ്ര കാണിച്ചു കൊടുത്തു, വായിക്കാറുണ്ട്. അങ്ങനെ കണ്ണുരിക്കുക. അപ്പൊ കൂടെ വന്ന അവന്റെ ദർസ് പഠിക്കുന്ന മുത്താലിമിങ്ങൾ വേറുണ്ട്. ഞങ്ങളൊക്കെ നേരിട്ട് അന്വേഷിച്ച് പിന്നീടല്ലേ അറിയുന്നത് ഇതൊക്കെ ഒരു ടീമായിരുന്നു. വായിക്കാൻ പറഞ്ഞു, വായിച്ചു. എവിടെ ഇബാറത്ത് വെച്ചു? അങ്ങനെ ഇബാറത്തില്ല. സനത് ചോദിക്കരുത് ഇബാറത്തേട്. അങ്ങനെ ഇബാറത്ത് ഫതാവുൽ കുബ്രയിലില്ല. ഇതൊക്കെ CD കേട്ടിട്ട് പാവങ്ങൾ, പാച്ച സാധുക്കൾ, ഉസ്താദിന്റെ ഭാഷ കടമെടുത്ത് പറഞ്ഞാൽ വളരെ പാവങ്ങൾ പറ്റിക്കപ്പെട്ടുകൊണ്ടിരിക്കുക. നമ്മൾ എന്ത് ചെയ്യാൻ? ഉസ്താദ് പറയട്ടെ. മദീന മുനവ്വറയിൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറു ശരീഫിന്റെ മുമ്പിൽ ആ കഷ്ണം, ആ വലിയ വിലപിടിപ്പുള്ള ഞാനത് സൂക്ഷിച്ച ആളോട് ചോദിച്ചു, ഇത് നമ്മക്ക് തരുമെന്ന്. അദ്ദേഹം പറഞ്ഞു, ആലോചിക്കാം ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞു. പക്ഷേ $5 മില്യൺ ഇതിന് വില പറഞ്ഞിട്ടും ഞാൻ കൊടുത്തിട്ടില്ല എന്ന് അയാൾ കൊടുത്ത് പറഞ്ഞു. അതിനി വാങ്ങാൻ $5 മില്യൺ വില പറഞ്ഞിട്ട് കൊടുത്തിട്ടില്ല. ഇനി ഉസ്താദ് പറഞ്ഞോട്ടെ, ഉസ്താദിന്റെ അതിനി വാങ്ങാൻ ഇബ്രാഹിം സാഹിബിന് പോട്ട ആളുകളെ ഉണ്ടാവുള്ളൂ. അത് വാങ്ങാൻ, വിൽപ്പന നടത്തലും വാങ്ങലും ഹറാമാണ് ഉസ്താദ് പറയണെന്താ? 5 മില്യൺ പോയിട്ട് $1 പോലും അത് തന്നാൽ ഞാൻ വാങ്ങൂല. അതല്ല പറഞ്ഞത്. ഉസ്താദ് പറഞ്ഞെന്താ? ഞാൻ വാങ്ങായിരുന്നു, പൈസ ഇല്ലാത്തോണ്ടാ. സീബ്രാഹിം പോലെ തിരക്കണം തയ്യാറാകുകയാണെങ്കിൽ നമുക്ക് 5 മില്യണോ അതിന് മോളോ കൊടുത്തിട്ട് എങ്ങനെയെങ്കിലൊക്കെ അത് വാങ്ങാം. ഇത് ശരിക്കും മനസ്സിലായ കാര്യമല്ലേ? ഷാഫി ഇത് പ്രതീക്ഷയല്ല. കാസിം ഉസ്താദ് പ്രതീക്ഷ പറഞ്ഞാണ്. എന്നിട്ട് കാസിം ഉസ്താദ് ബ്രോക്കറായിരുന്നു അത്രേ. ബാബാട് ഉസ്താദ് വിറ്റാണ്. ഇപ്പൊ ബാബാട് ഉസ്താദ് പറയാനുള്ള എളുപ്പമുള്ളത്. കാസിം ഉസ്താദ് പറയുമ്പോൾ പേടിയാണല്ലോ. കാസിം ഉസ്താദും വിറ്റിട്ടില്ല, ബാബാട് ഉസ്താദും വിറ്റിട്ടില്ല. അത് പല വേദികളിലും നമ്മൾ തെളിയിച്ചതാണ്. പല വേദികളിലും. SSFകാരാ, എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയ സഹോദര, 3 കസാര നിങ്ങളെ കാത്തിരിക്കുന്നു. 3 കൊണ്ട് മാത്രമല്ല, 3 കഴിഞ്ഞാൽ പിന്നെ അടുത്തുതരാം. ആരെങ്കിലും കടന്നു വരണം. നിങ്ങൾക്ക് ചോദിക്കാം. നിങ്ങൾക്ക് ആവശ്യമായ മറുപടികൾ ഉസ്താദ് തന്നെ നൽകും, ഇല്ലേ ഞങ്ങൾ നൽകും. കുറെ മറുപടികൾ പറയാൻ ഉസ്താദ് തന്നെ കാത്തിരിക്കുന്നുണ്ട്. നിങ്ങൾ ആലോചിച്ചു, നിങ്ങൾ എത്ര വിഷയം പറഞ്ഞത്. കാസിമി വിറ്റു, എന്റെ കയ്യിലുണ്ടെന്ന് ആദ്യം പറഞ്ഞത്. നമ്മൾ മൊബൈലിൽ കൊടുക്കാറില്ല, കണക്ട് ചെയ്യാറുള്ളൂ. LCD ഇല്ലാന്ന്. LCD നമ്മൾ കൊടുക്കാം.
ലാപ്ടോപ്പ് നമ്മൾ കൊടുക്കാം, ക്ലിപ്പുണ്ട് കൊണ്ടുവന്നാൽ മതി, വേറെ ഒന്നും ആവശ്യമില്ല. ഇനി മൊബൈൽ ഉണ്ടെങ്കിൽ മൈക്ക് വെച്ച് കൊടുക്കാം, ഒന്ന് കേൾപ്പിക്കട്ടെ. ഇല്ലാത്ത വിഷയത്തിന് നമ്മളെന്തിനു മറുപടി പറയണം? അങ്ങനെ സംഭവേ ഉണ്ടായിട്ടില്ല. കാസിം ഉസ്താദോ വാവാട് ഉസ്താദോ വിൽപ്പന നടത്തിയിട്ടേ ഇല്ല. അത് നമ്മൾ പലവട്ടം പല സ്ഥലങ്ങളിൽ വളരെ വ്യക്തമായി പറഞ്ഞതാണ്. ഇനി ഇൻഷാ അല്ലാഹ് ചോദിക്കാൻ ഉണ്ടെങ്കിൽ വരാം, ഇല്ലെങ്കിൽ ലാസ്റ്റ് ഷാഫി വരുന്നില്ലെങ്കിൽ ലാസ്റ്റ് വെച്ച് നമ്മൾ കാസിം ഉസ്താദിനെ സമയം വിശദീകരിക്കും ചെയ്യാം. കാസിം നമ്മൾ പ്രതീക്ഷിക്കും, ഷാഫിനെ പ്രതീക്ഷിക്കണം, പോയതല്ലേ, കിട്ടനെ കൊണ്ടുവരട്ടെ. നമ്മുടെ സദസ്സിലേക്ക് വന്ന ആളല്ലേ, നമ്മൾ മാന്യമായി കാത്തിരിക്കുന്നതാണ്. കാസിം ഷാഫിക്ക് ഞങ്ങളുടെ പരിപാടി കഴിയുന്നതിന് മുമ്പ് എവിടെയാണോ ക്ലിപ്പുള്ളെങ്കിൽ ഇത് കൊണ്ടുവരാം, ഇവിടെ കേൾപ്പിക്കാവുന്നതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു കൊണ്ടുവന്നത്, എന്റെ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങൾ ശ്രദ്ധിക്കുക, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീന് കൊണ്ടാണ് എന്റെ പ്രിയപ്പെട്ടവരെ കളിയൊക്കെ നടക്കുന്നത്. അല്ലെ, ഇപ്പൊ പറയുന്നെന്താ, പുണ്യ നബിയിലേക്ക് അങ്ങ് ചേർത്താ മതി. ചേർത്തി പറഞ്ഞതൊക്കെ നമ്മൾ അംഗീകരിച്ചോളണം. ചേർത്തി പറഞ്ഞതൊക്കെ എന്താണ്, അംഗീകരിച്ചോളണം. എന്നിട്ട് പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയുടെ ഒരു ചോദ്യം, വല്ലാത്തൊരു ചോദ്യം. നമ്മളൊക്കെ അയാളായാലും മുഷാവറയിൽപ്പെട്ട ആളാണ്, ആലിമുൽ അല്ലാമെന്നൊക്കെ പറഞ്ഞപ്പോ എന്തെങ്കിലുമൊക്കെ കുറച്ചുണ്ടെന്ന് മനസ്സിലാക്കി. നോക്കുമ്പോ മുടിയനുള്ള തലയിലൊന്നുമില്ല. അയാൾ ചോദിക്കാണ്, പരിശുദ്ധമായ കഅബയുടെ ഫോട്ടോ കണ്ടാൽ നമ്മളത് അംഗീകരിക്കാറില്ലേ? ഇത് കഅബയാണോ? നമ്മളെന്താ അംഗീകരിക്കുന്നത്? കഅബ അംഗീകരിക്കുന്നത്? കഅബന്റെ ഫോട്ടോ അതിൽ അംഗീകരിക്കണുള്ളൂ. നേരെ മറിച്ച് നാളെ മർക്കസിന്റെ മുന്നിൽ ഒരു കഅബ ഉണ്ടാക്കിക്കട്ടെ, എന്നിട്ട് കാന്തരം പറയട്ടെ ഇത് കഅബയാണെന്നാൽ നമ്മൾ പറയും, നമ്മൾ എതിർക്കൂലേ? അതാണല്ലോ പ്രശ്നം. ഇവിടെ പ്രശ്നം എന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു മുടിയുടെ ഫോട്ടോ കൊണ്ടുവന്നിട്ട് ഇത് റസൂലുള്ളാഹിന്റെ മുടിയുടെ ഫോട്ടോ ആണെന്നല്ല ഇവിടെ ചർച്ച. പിന്നെന്താ, ഒരു മുടിയന്നെ കൊണ്ടുവന്നിട്ട് ഇത് റസൂലുള്ളാഹിന്റെതാണ് പറയുന്നത്, അതാ ചർച്ച. പേരോട് ആളുകളെ പറ്റിക്കുന്നത് നിങ്ങൾ കേൾക്കുന്നു. ഇനിയോ എല്ലാ മനുഷ്യർക്കും മനസ്സിലാകുന്ന വിഷയം പറയട്ടെ, ആരും വേണ്ട. കഅബത്തിന്റെ ഫോട്ടോ അത് ഒറിജിനൽ കഅബയാണോ? കഅബത്തിന്റെ ഫോട്ടോ ഒറിജിനൽ കഅബയാണോ? ഇയാളൊക്കെ തലയിൽ എന്താണ് നിങ്ങൾ ആലോചിക്കുന്നത്? നമ്മളാരും പറയുന്നത് കഅബന്റെ ഫോട്ടോ ഇത് കഅബയാണെന്ന്. ഇതെന്താന്ന് പറയാ? എന്നാ പിന്നെ കഅബനെ കൂട്ടി അങ്ങോട്ട് പോകണോ? ഇവിടെ തവാഫ് ചെയ്താ പോരെ? നല്ല കഥ. നമ്മൾ ആരെങ്കിലും പറയും ഇത് കഅബയാണ്, നമ്മൾ എന്തേ പറയുന്നുള്ളൂ? ഇത് കഅബയുടെ ഫോട്ടോയാണ്. നേരെ മറിച്ച് പേരോട് പറയട്ടെ ഇത് കഅബയാണെന്ന് പറഞ്ഞാൽ പേരോടിനതിൽ ആ വിഷയത്തിലും രംഗത്ത് വരാൻ SKS ഒരുക്കമാണ്. നമ്മൾ എന്തേ പറയുന്നത്? ഇത് കഅബയുടെ ഫോട്ടോ ആണ്. പാവം യാക്കവും സാരി സക്കാവി പറഞ്ഞതുപോലെ വല്ലാത്ത സാധനങ്ങൾ. ഞാൻ പേര് പറയണില്ല, നമ്മുടെ മാന്യത കൊണ്ട് സക്കാഫി വിരുദ്ധം കിട്ടാത്തത് കൊണ്ട്. ബാക്കി പറയട്ടെ. ചിത്രം കഅബയാണോ? റൗള ശരീഫിന്റെ ചിത്രം റൗളയാണോ? ആരാ ഉസ്താദെ അത് പറഞ്ഞത്? ഞാനും പറഞ്ഞോ? എന്തൊരു സമാധാനം. റൗള ഷരീഫിന്റെ ചിത്രത്തെ കുറിച്ച് ആരും റൗള ഷരീഫിന് പറഞ്ഞോ? ഞങ്ങൾ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? എന്ത് പറ്റിപ്പോയി നിങ്ങൾക്ക്? കാന്തപുരത്തിന്റെ ഫോട്ടോ കാണിച്ചിട്ട് ഇത് കാന്തപുരമാണ് അവർ പറഞ്ഞോ? കാന്തപുരത്തിന്റെ ഫോട്ടോ എന്നല്ല പറഞ്ഞിട്ടുള്ളൂ. വല്ലാത്തൊരു മനുഷ്യന്മാർ. പറയട്ടെ, നിങ്ങൾ സുന്നികളാണ് പറയുന്നത്, സുന്നികളുടെ ഭാഷയിലാണ് പറയുന്നത്. ആ സുന്നി ഇത് വേണ്ട, ഈ സുന്നി ഭാഷ ഞങ്ങൾക്ക് വേണ്ട. ഞങ്ങൾ പറയുന്നു പുണ്യനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേതാണെന്ന് പറഞ്ഞുകൊണ്ട് തങ്ങളുടെ പരിശുദ്ധമായ ഷഅർ മുബാറക്കിന്റെ ഫോട്ടോ അല്ല നിങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത്. പരിശുദ്ധമായ ഷഅർ മുബാറക്കാണെന്ന് പറഞ്ഞുകൊണ്ടാ കൊണ്ടുവന്നിരിക്കുന്നത്. അതുകൊണ്ടാ ചോദിച്ച് സനദെവിടെ, തെളിവെവിടെ? അല്ലാതെ ഒരു ഫോട്ടോ കൊണ്ടുവന്നിട്ട് റസൂലുള്ളാഹിന്റെ മുടിയുടെ ഫോട്ടോ ആണ്. ആ മുടിയും ഫോട്ടോ ഇട്ട് വന്നിട്ട് നമ്മൾ സമ്മതിക്കും, ഫോട്ടോ ആണ് സമ്മതിക്കും, മുടിയാണ് സമ്മതിക്കുന്നല്ല. പിന്നെ മുടിയുടെ ഫോട്ടോ ആണ്. ഏതുപോലെ നമ്മളൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരിശുദ്ധമായ മദീനയുടെ മുകളിലുള്ള ആ പരിശുദ്ധമായ റൗളയുടെ മുകളിലുള്ള പച്ചക്കുബ്ബ, അതിന്റെ ഫോട്ടോ ഫ്ലെക്സുകളിൽ പോസ്റ്ററിൽ കാണാറുണ്ട്. നമ്മളെന്താ പറയാറുള്ളത്? അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ മദീനത്തുൽ മുനവ്വറയിലെ ആ കുബ്ബയുടെ ഫോട്ടോയാണ്. നാളെ നേരെ മറിച്ച് നിങ്ങൾ ആരെയും SSF ഒരു പട്ടികയെടുത്ത് കുറച്ച് സാധനങ്ങളും കൊണ്ടുവന്നിട്ട് ഒരു കുബ്ബക്കട ഉണ്ടാക്കി, അല്ലെങ്കിൽ ഇഷ്ടികയും സിമനും ഉണ്ടാക്കിയിട്ട് ഇത് മദീനത്ത് റസൂലുള്ളാഹിന്റെ കുബ്ബയാണെന്ന് പറഞ്ഞാൽ ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ നഖശിഖാന്ന് നിങ്ങൾ എതിർക്കും, ഒരു സംശയമില്ല. ചർച്ചപ്പ് എവിടെയാണ്? ഇവർക്ക് എന്താ ചർച്ച എന്ന് അറിയണില്ല. ഫോട്ടോ ഏതാണ്, നെഫ്സ് ഏതാണ്, തടി ഏതാണ് ഒന്നും അറിയുന്നില്ല. വല്ലാത്ത പടപ്പുകൾ നിങ്ങൾ ആലോചിച്ച്. ഈ സാധുവിന്റെ കാര്യം വല്ലാത്ത കഷ്ടമാണ്. നമ്മളൊക്കെ ഇവരൊക്കെ വല്ലാതെ കൊണ്ടുവന്നൊരു മനുഷ്യൻ
ഇപ്പൊ നോക്കി നിങ്ങൾ ഇയാളെ കുറിച്ച് മറ്റൊന്ന് ഞാൻ പറയാം. അതെന്താ? ഹബീബായ നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ ഷഅർ മുബാറക്കിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, ഷഅർ മുബാറക്കാണെങ്കിൽ അതൊരു നേലുണ്ടാവില്ല. നേലുണ്ടാവില്ല നമ്മൾ പറഞ്ഞപ്പോ ഈ സാധു മനുഷ്യൻ എന്താ പറഞ്ഞത്? നിങ്ങൾ ഇവരുടെ ഒരു മാസിക ഉണ്ടായിരുന്നല്ലോ, എന്താ അതിന്റെ പേര്? സെൻസിങ്. നമ്മൾ മുതലക്കുളം മൈതാനിൽ കബറടക്കിയില്ലേ? മിൻഹാ ഖലഖ്നാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ നുഖ്റാന്റെ കബറടക്കിയ സാധനം ഉണ്ടല്ലോ, ആ സെൻസിങ്. ആ സെൻസിങ്ങിന് ഇയാളൊരു അഭിമുഖം നൽകി. ആ അഭിമുഖത്തിൽ ഇയാൾ പറഞ്ഞെന്താ അറിയോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നേലുണ്ടാവില്ല എന്നുള്ളത് ശരിയാണ്, അതുകൊണ്ട് മുടിക്ക് നേലുണ്ടാവാൻ പാടില്ല എന്ന് കിട്ടുന്നില്ല. പിന്നെ മുടി പുറത്തുള്ളതാ, മുടി ഏതിൽപ്പെട്ടതാ? ഇയാൾക്ക് അതുകൂടി മനസ്സിലാണില്ല. എന്ത് സംഭവിച്ചു പോയി ഇവർക്ക്? എന്ത് സംഭവിച്ചു പോയി? ഞാൻ മനസ്സിലാക്കുന്നു, പുണ്യനബി മുഹമ്മദ് റസൂലുള്ളാഹി. ഞാൻ പ്രസംഗിച്ച് നീട്ടിക്കൊണ്ടല്ലോ കേട്ടോ, ആ കസാര ഇങ്ങനെ കാലിയായിരിക്കുമ്പോൾ സങ്കടം കൊണ്ട് പോയാൽ പറഞ്ഞു പോവുകയാണ്. ആര് വന്നാലും ഞാൻ അപ്പം നിർത്തും. ഞാൻ ഇടക്കൊക്കെ പറഞ്ഞതറിയോ, ക്ലാസ് റൂമിൽ ലോകത്തിന്റെ വിഭാഗം കാണുന്നവർ അവർ പെട്ടെന്ന് കയറിയിട്ടുണ്ടാവും. ഓരോ വിചാരിക്കും എന്താ മുഖാമാരൻ ഇങ്ങനെ വയലു പറഞ്ഞു പോകണമെന്ന്. വരാത്തോണ്ടാണ്, വേറൊന്നുമല്ല. ആ വിഷമം കൊണ്ട് പറയണം. നിങ്ങൾ വന്ന അപ്പം നിർത്തും. പുണ്യനബി മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നേലുണ്ടാവില്ല. ഓക്കെ, ആര് പറയുന്നു? സാക്ഷാൽ പേരോട് പറയുന്നു. പക്ഷേ അദ്ദേഹം പറയുന്നു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദാത്തു ഷരീഫക്ക് നേലില്ല എന്ന് വിചാരിച്ചിട്ട് മുടിക്ക് നേലില്ല എന്നുകൊണ്ട് കിട്ടുന്നില്ല. ദാത്തിന് നേലില്ല എന്നുകൊണ്ട് മുടിക്ക് നേലില്ല എന്ന് കിട്ടുന്നില്ല. പിന്നെ മുടി പുറത്തുള്ളതാ. എന്ത് പറ്റിപ്പോയി ഇവർക്ക്? ഇവർ തന്നെ പണ്ട് പ്രസംഗിച്ചതെങ്കിലൊന്ന് കേൾക്കണ്ടേ? പണ്ട് ഇവരെന്താ പ്രസംഗിച്ചത്? ഇവരുടെ കൂട്ടത്തിലെ പ്രമുഖനായ പ്രഭാഷകൻ പ്രസംഗിച്ചില്ലേ? ഹബീബായ നബി മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ഒരു മുടിയെ കൊണ്ട് പണ്ട് കൊണ്ടുവന്ന് തർക്കമുണ്ടായപ്പോ ആ പ്രശ്നം കോടതിയിലെത്തിയപ്പോ അക്കാലഘട്ടത്തിലെ പണ്ഡിതന്മാർ കോടതിയെ സമീപിച്ചുകൊണ്ട് ഈ പ്രശ്നത്തിന് പരിഹാരം പറഞ്ഞ രീതി എന്താ? ആ മുടിയൊന്ന് തന്നാൽ ഞങ്ങൾ തീരുമാനം പറയാം. കോടതി ചോദിച്ചു, എങ്ങനെയാ തീരുമാനം പറയുക? മറുപടി നമ്മൾ പറയണ്ട, ഇവരെ കൂട്ടത്തിലെ പ്രമുഖനായ വഅളുകാരൻ അബ്ദുൽ ഖാദിർ ഹസ്സനി മംബീദി അദ്ദേഹം തന്നെ അക്കാര്യം പറയട്ടെ. ഞങ്ങൾക്കൊരു ടെസ്റ്റ് വേണം. ബഹുമാനപ്പെട്ട കോടതി അവരോട് ചോദിച്ചു, എങ്ങനെ നിങ്ങൾ ടെസ്റ്റ് ചെയ്യും? അവർ പറഞ്ഞു, ആ മുടി തന്നാൽ ഞങ്ങൾ ആ മുടിയിലേക്ക് ടോർച്ച് നിൽക്കിയാൽ അതിന് നിഴല് വരുമോ ഇല്ലയോ? അതിന് നിഴലുണ്ടെങ്കിൽ അത് മുഹമ്മദ് നബിയുടെ മുടിയല്ല. അത് തന്നെയാ സമസ്തയും പറഞ്ഞത്. നമ്മള് വളരെ സിമ്പിളായിട്ട് പറഞ്ഞു, നേലുണ്ടോ സ്വന്തം മുടിയല്ല. ഇവര് കുറച്ച് അടങ്ങാറായിട്ട് നേലുണ്ടോ റസൂലുള്ളാഹിന്റെതല്ല. അത് നീട്ടി വലിച്ചു, നമ്മൾ കുറുക്കി പറഞ്ഞു. പറയട്ടെ, അതിന് നിഴല് വരുന്നുണ്ടോ? അത് മുഹമ്മദ് നബിയുടെ മുടിയല്ല. നിഴല് ഇല്ലെങ്കിലേ ഞങ്ങൾക്കത് സ്വീകരിക്കാൻ പറ്റുകയുള്ളൂ. ഇപ്പോഴേ സമസ്ത കേരള ജമിയത്തുൽ ഉലമക്കും സ്വീകരിക്കാൻ പറ്റുകയുള്ളൂ. പക്ഷെ പേരെടുത്ത് അതൊക്കെ മറന്നുപോ. പുസ്തകം മുടിക്ക് നേരുണ്ടാവാം, ഉണ്ടാവാതിരിക്കാം. എവിടേക്ക് എത്തി കളിച്ചു? ഒരു വ്യാജ മുടി കൊണ്ടുവന്നിട്ട് എന്തൊക്കെ വാദം എത്തിപ്പോ. എവിടേക്ക് എത്തിയവരുടെ വാദങ്ങൾ വഹാബികളെപ്പോലും വഹാബിസത്തെപ്പോലും ഞെട്ടിപ്പിക്കുന്ന വാദമായിട്ട് മാറിയില്ലേ? എങ്ങനെ കൂട്ടരെ ഇവരെ പിന്നാലെ കൂടാൻ കഴിയും? ഒരു വിശ്വാസിക്ക്, ഒരു സുന്നിക്ക് എങ്ങനെ ഇവരെ പിന്നാലെ കൂടാൻ കഴിയും? വഹാബികൾ പോലും തരിച്ചുപോയി. കാരണം എന്താ? വഹാബിസം പഠിപ്പിക്കുന്ന രാഷ്ട്രീയത്തെ പോലും ഗണ്ണിക്കുന്നില്ല. വഹാബിസം പറയുന്നതിനേക്കാൾ ഗൗരവമായിട്ട് പറയുന്നൊരവസ്ഥ. ഇവിടെ സംഘാടക വന്നപ്പിനോട് പറയുന്ന വിഷയങ്ങളൊക്കെ പറയാം. ഞാൻ ഇവർ വരികയാണെങ്കിൽ അതായിക്കോട്ടെ വെച്ചിട്ട് ആ വിഷയത്തിലേക്കൊന്നും കിടക്കാനില്ല. അതെന്താ? പൊന്മുട അബ്ദുൽ ഖാദർ മുസ്ലിയാർ ഇല്ലാന്ന് ആർക്കൊരു അഭിപ്രായം, ഞാൻ ഈ പറയുന്നു ഇല്ലാന്ന് അഭിപ്രായമെങ്കിൽ കടന്നു വരാം, എനിക്ക് ചോദിക്കാം. ഞങ്ങളെ പൊന്മുളസ്ഥാനം പറഞ്ഞിട്ടില്ലെന്ന് പറയാം. ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞാൽ പറഞ്ഞത് കേളിപ്പിക്കുകയും ചെയ്യും. വെറുതെ അറിയില്ല. അതായത് നാടക മുഖാമുഖല്ല. ഇത് ഇന്നാട് ചോദിച്ചോണ്ടോ, അപ്പൊ ഞാൻ ഇന്നാണ്ട് പറയണ്ടേ? ഞാൻ അങ്ങനെ പറയുമ്പോൾ ഇങ്ങനെ ചോദിക്കൊണ്ടു. അതല്ലത് പരിപാടി. നിങ്ങൾക്ക് തുറന്ന അവസരമാണ്. നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? ഞങ്ങൾ എന്തിന് നിർത്തിക്കഴിഞ്ഞാൽ നാളെ അരിയൂര് സഖാഫിയെ കൊണ്ടുവന്നിട്ട്
ഇതുപോലെ ഞങ്ങളെ സംഘാടകർക്ക് തുറന്ന അവസരം എന്ന് ചോദിക്കാനുള്ള ഒരു മുഖാമുഖം സംഘടിപ്പിക്കാൻ SSF-കാരാ നിങ്ങൾക്ക് സാധ്യമാണോ? ചോദിക്കാൻ അവസരം തരട്ടെ. നോക്കിങ്ങള് ഈ മുടിയെക്കുറിച്ച് പറഞ്ഞപ്പോ നമ്മൾ രണ്ടാമതൊരു മാർഗം പറഞ്ഞു, ഇത് റസൂലുള്ളാഹിന്റേതാണോ അല്ലയോ എന്ന് തെളിയിക്കാൻ രണ്ടാമതൊരു മാർഗം പറഞ്ഞത് എന്താ? ഒന്ന് നമുക്കൊന്ന് കത്തിച്ചു നോക്കാം. അപ്പൊ AP പറഞ്ഞു കത്തിച്ചാ കത്തൂല എന്നുള്ള ശരി തന്നെയാണ്, പക്ഷെ നമ്മൾ കത്തിക്കാനില്ല. എന്റെ കാരണം കത്തിച്ചാതോടെ കഥ തീരും. ഉസ്താദ് നന്നായിട്ട് അറിയാം. നമ്മൾ കത്തിച്ചിട്ടാണല്ലോ മുമ്പ് ചോദിക്കണേ. നമ്മളടുത്തും കിട്ടിയല്ലോ ഈ സാധനം, നമ്മൾ കൊണ്ടു നടക്കൊന്ന് കത്തിച്ചു നോക്കി. സുബ്ഹാനല്ലാഹ്, കത്തിക്കണത് ആളി കത്തിപ്പോയി. നിഷാൻ പറഞ്ഞതുപോലെ AP പറയുന്നു കത്തിച്ചാൽ കത്തുകയില്ലെന്നുള്ള ശരി തന്നെയാണ്, പക്ഷേ കത്തിക്കാൻ പാടില്ലെന്നാണ് മതത്തിൽ ഞങ്ങൾ വിശ്വസിച്ചിട്ടുള്ളത്. അത് ഏത് മതത്തിലാ കൂട്ടരെ? മതത്തിന്റെ ഏത് കിതാബിലുള്ള? ഞങ്ങൾ ചോദിച്ചല്ലോ, എത്ര സ്ഥലത്ത് ചോദിച്ചു. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുശേഷം തർക്കം വന്നാൽ കത്തിച്ചു നോക്കാൻ പാടില്ല എന്ന് ഏത് കിതാബിലുള്ളത്? ഞങ്ങൾ എത്ര സ്ഥലത്ത് ചോദിച്ചു. നിങ്ങളുടെ അക്ഷരമുണ്ടിയോ? മാത്രമല്ല, നിങ്ങളെ പഴയകാല പ്രസിദ്ധീകരണങ്ങൾ നിങ്ങൾ കാണിച്ചില്ലേ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നൂറുദ്ദീൻ തങ്ങളിൽ DC ആണ്. മറ്റേ ഐഡി ഇവിടെ ഉണ്ടല്ലോ, മറ്റേ ഐഡിയുടെ ക്യാമിന്റെ ഐഡി ഇവിടെ ഉണ്ട്. നൂറുദ്ദീൻ തങ്ങൾക്ക് ഇപ്പോൾ പറഞ്ഞാൽ കേൾക്കൂലല്ലേ? ഏതായാലും എത്ര മനോഹരമായ ഒരു മുഖാമുഖമല്ലേ. ഇങ്ങനെ ഒരു മുഖാമുഖം നടത്താൻ ധൈര്യമുള്ള ആൺകുട്ടിയോട് കേരളത്തിൽ വേറെ ആരാളുള്ളത്? വിൽപ്പന നടത്താൻ, ബർക്കത്ത് കൊടുക്കുന്ന സാധനം വിൽപ്പന നടത്താൻ പാടുണ്ടോ എന്ന ആ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞത് ആരാണ്? ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ്. നമ്മുടെ സ്റ്റേജിൽ മറുപടി വിൽക്കാൻ പാടുണ്ടോ ഇല്ലേ, അതിന് ഉത്തരം നൽകുന്നത് കാന്തപുരം ഉസ്താദ് തന്നെയാണ് ഉത്തരം നൽകുന്നത് അല്ലേ? പിന്നെ കാസിമി വിറ്റിട്ടില്ല എന്ന് നമ്മൾ വാദിക്കുന്നു. എന്നാൽ വിറ്റു എന്ന് അവർക്ക് തെളിയിക്കാൻ വേണ്ടി അവസരം കൊടുക്കുക. നിങ്ങളുടെ മൊബൈലിന്റെ ഇവിടെ കേൾപ്പിച്ചോളി, നമ്മുടെ മൈക്കിൽ കേൾപ്പിച്ചോളി. ഇനി അതല്ല CD മറ്റൊക്കെ ഇവിടെ പ്ലേ ചെയ്യാം. അതെ, എന്നോട് നിങ്ങൾ വന്നിട്ടുണ്ട്. ഓക്കെ, മൈക്കെടുത്തോളൂ. എന്തിനാ വെറുതെ തല്ലുമ്പോഴെല്ലാം അഭിമുഖത്തിന് പോയപ്പോൾ പറഞ്ഞതാണ്. നമ്മുടെ അഭിമുഖത്തിന് പോയപ്പോൾ ഇവർ നേരിട്ട് പറഞ്ഞതാണ്. പക്ഷെ മുമ്പ് നമ്മൾ അങ്ങനെ പറഞ്ഞു റെക്കോർഡ് ചെയ്ത് കേൾപ്പിക്കരുത് പറഞ്ഞിരുന്നു. ഒരു രാഷ്ട്രീയ പാർട്ടിയും അതിൻ്റെതായ നയങ്ങൾ ഉണ്ടാവുമല്ലോ. ഹംസക പറഞ്ഞോട്ടോളൂ, ഞാൻ AP സുന്നിയാണ് പറയുന്നത്. കൊടി ഉയർത്തി മലപ്പുറത്ത് TK ഹംസ നാടകീയമായി പ്രഖ്യാപിച്ചത് താനൊരു കാന്തപുരം സുന്നിക്കാരനെന്നാണ്. പിണറായി അടക്കം പല CPM നേതാക്കൾക്കും കാന്തപുരവുമായി അടുത്ത ബന്ധമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു വെച്ചു. കാന്തപുരം വിഭാഗമായിട്ട് അടുപ്പ് മാത്രമല്ല, ഞാനൊരു AP സുന്നിയാണ്. അത് മനസ്സിലായില്ല. മനസ്സിലായിട്ടല്ലേ? ഞാൻ AP സുന്നിയാണ്. എന്താ ഒരു ആവേശം അറിയാം. ഇപ്പൊ നമ്മൾ വിളിച്ചു വെച്ചോക്കാണി ഹംസക, നിങ്ങൾ AP സുന്നിയാണ് ചോക്കണി. ഹംസക പദം തന്നെ കേട്ടിട്ടുണ്ടാവില്ല. ആ ഹംസാക്ക AP സുന്നിയാണ്. ഹംസാക്ക വ്യക്തമായിട്ട് പറഞ്ഞു. എന്താ പറഞ്ഞത്? ഉസ്താദ് മുടി കത്തിക്കാൻ തയ്യാറാകാത്തുന്നുണ്ടോ? കത്തിച്ചാൽ താൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നടപ്പിലാക്കാൻ കഴിയില്ലെന്ന് ഉത്തമബോധം കാന്തപുരത്തിനുള്ളത് കൊണ്ടാണ് കാന്തപുരം മറുഭാഗം കത്തിക്കാൻ ആവശ്യപ്പെട്ടിട്ടും കത്തിക്കാത്തത്. TK ഹംസ റവാഹു ദേശാഭിമാനി. അത് ഞാനൊരു സംശയം ഉണ്ടാവില്ല. മുടി വിഭാഗത്തിലെ രാഷ്ട്രീയം അല്ലേ? നമ്മൾ ചോദിച്ചു കത്തിച്ചൂടെ എന്ന പ്രശ്നം ഒരുപാട് തീർന്നിട്ടും എന്തൊക്കെ പ്രശ്നം വരും? ഇവിടെ സഖാവ് പിണറായി വിജയൻ പറഞ്ഞു അത് ബോഡി വേസ്റ്റാണ്, ഏത് മണിയും കത്തിച്ചാൽ കത്തും. ഉസ്താദ് ഒന്ന് കത്തിച്ചു കഴിഞ്ഞാൽ റസൂലുള്ളാഹിനാണെങ്കിൽ കത്തൂല്ലെങ്കിൽ ആർക്കും മറുപടിയാണ്. പിണറായിന്റെ തെറ്റിദ്ധാരണ തിരുത്താലോ? എത്ര ഗുണമുള്ള കാര്യമാണത്.
ഒന്ന് ഉസ്താദാണ് തയ്യാറാക്കി എന്തൊക്കെ പ്രശ്നം അവിടെ തീരും, നമുക്കിടയിലെ പ്രശ്നം തീരും. പിണറായി വിജയന്റെ സംശയം തീർക്കാം, ഹംസാഖാന്റെ തെറ്റിദ്ധാരണ തീർക്കാം. എത്ര ഗുണാണ്. പക്ഷെ എന്തെന്നാ ഉസ്താദ് നമ്മൾ കത്തിക്കൂല. പക്ഷേ ഇതൊരു കാലത്ത് കത്തിച്ച് തെളിയിക്കേണ്ടി വരുമെന്ന് പൊന്മളക്ക് ബോധ്യം വന്നു. ആ പൊന്മള ഒരു മുഴ മുൻകൂട്ടി എറിഞ്ഞു. എന്താ പറഞ്ഞത്? പൊന്മള പറഞ്ഞെന്തറിയോ? പ്രവാചകന്റെതാണെങ്കിൽ പോലും കത്തിച്ചാൽ കത്തിക്കൂടായില്ല, കത്തും. അപ്പോ എ പി ഉസ്താദ് പറഞ്ഞിട്ടില്ല. എന്നാൽ എ പി ഉസ്താദ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എ പി ഉസ്താദ് കത്തൂരാറുണ്ടെങ്കിൽ അതിനോട് എനിക്ക് യോജിപ്പില്ല. ഞാൻ എന്റെ ശബ്ദം കേൾക്കുന്ന എസ്എസ്എഫുകാരോട് ചോദിക്കുന്നു, നിങ്ങൾ ഏത് മദ്ഹബിലാണുള്ളത്? ഫി മദ്ഹബി കാന്തപുരം ഔ ഫി മദ്ഹബി പൊന്മള? ഏത് മദ്ഹബിലാണുള്ളത്? അതൊക്കെ നമ്മൾ തീരുമാനിക്കും. എന്നിട്ട് വരി കാസിം ഉസ്താദ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കേട്ടോളൂ. ആര് പറയുന്നത്? പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ പറയുന്നത് കേട്ടോളൂ. പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാരോട് ചോദിക്കുന്നു, ഇതിനെക്കുറിച്ച് ചോദിക്കുമ്പോ പൊന്മള ഉസ്താദ് പറയുന്നുണ്ട്, ഇത് കൂട്ടരെ നമ്മൾ അന്തസ്സോടെ കേൾപ്പിക്കും, നിങ്ങൾ ആരും ബേക്കിന് കേൾപ്പിക്കാൻ വേണ്ടി ഇരിക്കുന്നുണ്ട. കാരണം ഞങ്ങളിത് പൊന്മളെ കേൾപ്പിച്ചാൽ കിട്ടിയിരുന്നത് 2 മാസം പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ വീട്ടിന്റെ മുന്നിൽ സ്റ്റേജ് കെട്ടി ഇത് കേൾപ്പിച്ചിട്ട് നമ്മൾ ചോദിച്ചു, പൊന്മള ഉസ്താദ് ഇങ്ങനെ അങ്ങ് പറഞ്ഞിട്ടില്ലെങ്കിൽ നാളെ സ്റ്റേജ് കെട്ടി പറയാൻ തയ്യാറുണ്ടോ? 2 മാസം പിന്നിട്ടിട്ട് ഇന്നേ വരെ അക്ഷരം മിണ്ടിയിട്ടില്ല. അവർക്ക് മസാല ചർച്ച ചെയ്യാം ഇൻഷാ അല്ലാഹ്. എളുപ്പരിക്ക് ഒരു മസാല ചോദിച്ചാൽ വേറൊന്നുമല്ല, ഒരു മസാല ചോദ്യമാണ്. അതൊക്കെ ചോദിക്കേണ്ടതാണ്. പക്ഷേ ഇന്ന് നമ്മളെ വേദി അതല്ലാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ നമ്മൾ അതിനും മറുപടി പറയും. ഇപ്പൊ നമ്മുടെ ചർച്ച തുടരാൻ പറ്റുന്ന ആരൊക്കെ, തുടരാൻ പറ്റാത്തത് ആരൊക്കെ എന്ന ചർച്ച ഇപ്പൊ ഇല്ലാത്തതുകൊണ്ട് ഞാനത് പറയണില്ല. ഇപ്പൊ മുടിയാം. അത് കഴിഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് വേറെ വേദി കെട്ടാം. ഇവരോട് തുടരാൻ പറ്റൂല്ലേ? അപ്പൊ നമുക്ക് അതും പറയാം. മുപ്പര് നല്ല സംശയം ചോദിച്ചാണ്, നമ്മളെ പ്രവർത്തനം തന്നെയാണ്, ഒരു കുറ്റപ്പെടുത്തേണ്ടേ ഇല്ല. പറയട്ടെ. പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാരോട് പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ ജിഷാൻമായുമായിട്ട് സംസാരിക്കുന്നു, കേൾക്കുന്നത്. എല്ലാം ഉറപ്പിക്കാൻ കാരണം വെച്ചാൽ പിന്നെ എ പി ഉസ്താദ് അടക്കം പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷേർ മുബാറക്ക് കത്തൂലാന്ന് എ പി ഉസ്താദ് അടക്കം പറഞ്ഞു. എ പി ഉസ്താദ് പരസ്യമായിട്ട് പത്രസമ്മേളനത്തിൽ പറഞ്ഞല്ലോ, തിരികേശം കത്തുകയില്ല, പക്ഷെ കത്തിക്കാൻ പാടില്ലാന്നല്ലേ. ഞാനത് സുൽത്താന്റെ പേരിൽ പാർട്ടി ഓതിയിട്ട് തന്നെയാണ് കത്തിച്ചു, അത് കത്തി. ഞാൻ എ പി ഉസ്താദ് പറഞ്ഞ ആ വെക്കുന്നതോട് ഞാൻ യോജിക്കുന്നില്ല. എ പി ഉസ്താദ് പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നില്ല. എന്നാ പിന്നെ ഉസ്താദ് അയാൾ പുറത്താക്കിക്കൂടെ? പുറത്താക്കാൻ ഉറക്കൂല. പുറത്താക്കിയാൽ പണി പടിയും. തായർ സക്കാഫി കിട്ടിയിട്ടുള്ളൂ, വേറെല്ലാവർക്കും കിട്ടും. തുടരും, അടി തുടരും. നമ്മുടെ നല്ല കേട്ടോ, നമുക്ക് ആ വക പരിപാടിയൊന്നും അറിയില്ല. അതൊക്കെ ടൈഗർ സുന്നിൽ കൈകാര്യം ചെയ്യും. പഴയ കുറച്ച് ബാക്കി ഇപ്പോഴും ഉണ്ടല്ലോ കൂട്ടത്തില്. ഞങ്ങളതൊന്നും ഇപ്പൊ പറയാൻ ആഗ്രഹിക്കുന്നില്ല. കേട്ടോളൂ നിങ്ങൾ എന്താ പറഞ്ഞത്? എ പി ഉസ്താദ് പറഞ്ഞോട് നമുക്ക് യോജിപ്പില്ല. പറയട്ടെ പൊന്മള. പിന്നെ അത് വഫാത്തിന് ശേഷം അത് ഒപ്പാത്തിന് ശേഷം ഞങ്ങൾക്കുള്ള സുൽത്താന മജ്ലിസിൽ നിന്ന് സിയാമ് വരെ നിൽക്കണം. അതിലത്തെ ഖുർആൻ മാത്രമേ ഉണ്ടോ? എന്റെ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ ഗൗരവത്തോടെ ചിന്തിച്ചോ. എന്താ പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ പറയുന്നത്? റസൂലുള്ളാഹിന്റെ മുഅ്ജിസത്ത്, നിലനിൽക്കുന്ന മുഅ്ജിസത്ത് അത് ഖുർആൻ മാത്രമുള്ളൂ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇക്കാലം വെറുതെ പറഞ്ഞതാരാ? ഇതിവിടെ പ്രചരിപ്പിച്ചതാരാ? ഇവിടുത്തെ വഹാബികളല്ലേ. വഹാബികൾ ഇസ്തിഹാസ ഷിർക്കാക്കാൻ, തവസ്സുർ ഷിർക്കാക്കാൻ, എന്റെ പ്രിയപ്പെട്ടവരെ മരണപ്പെട്ടവരോട് സഹായം തേടൽ ഷിർക്കാക്കാൻ വേണ്ടി വഹാബികൾ പ്രചരിപ്പിച്ച ആശയമില്ലേ? മരണാനന്തരം അമ്പിയാക്കൾക്ക്, ഔലിയാക്കൾക്ക് സഹായിക്കാൻ കഴിയില്ല. മരണത്തോടുകൂടെ അവരെ കഴിവൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നതാണ്, മുഅ്ജിസത്ത് മുറിഞ്ഞു പോകുന്നതാണ്, കറാമത്ത് മുറിഞ്ഞു പോകുന്നതാണ്. എന്നാൽ പഴയ പൊന്മള പുതിയ പൊന്മളക്ക് മറുപടി കൊടുക്കുന്നത് കണ്ടോ? പൊന്മളയുടെ പുസ്തകമുണ്ട് ഫത്താവ മുഈസുന്ന. പൊന്മളയുടെ പുസ്തകമാണ് ഫത്താവ മുഈസുന്ന. പൊന്മള ഇറക്കുന്ന, അദ്ദേഹത്തിന്റെ സ്ഥാപനം ഇറക്കുന്ന പൊന്മളയുടെ ഫത്വകളുടെ സമാഹാരമാണ് ഫത്താവ മുഈസുന്ന. ആ പുസ്തകത്തിന്റെ 30-ാമത്തെ പേജൊന്ന് മറിച്ചു നോക്കൂ നിങ്ങൾ. ആ പേജിലെന്താ പറയുന്നത്? പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാരുടെ ഒരു ചോദ്യം, വഹാബികളുടെ ചോദ്യമാണ്. എന്താ ചോദ്യം? ഞാൻ വായിക്കാം. ജീവിതകാലത്തല്ലേ മുഅ്ജിസത്തും കറാമത്തും ഉണ്ടാവുക? കേൾക്കുന്നത്? ഇന്ന് പൊന്മള പറഞ്ഞത് അന്ന് വഹാബ് ചോദിക്കുന്നു. ജീവിതകാലത്തല്ലേ
മുഅ്ജിസത്തും കറാമത്തും ഉണ്ടാവുകയുള്ളൂ. മരണശേഷം എന്ത് അടിസ്ഥാനത്തിലാണ് അവരോട് സഹായമർത്ഥിക്കുന്നത്? വഹാബികൾ ചോദിക്കുന്നു. പൊന്മയുടെ മറുപടി എന്താ? പൊന്മള പറയുന്നു, ഈ ചോദ്യത്തിന് ഇമാം റംലി റഹ്മഹുല്ലാ നൽകുന്ന മറുപടി കാണുക. പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ അന്ന് മറുപടി പറയുമ്പോ സനദോടുകൂടെയാ മറുപടി പറയുന്നത്. അതുകൊണ്ട് തന്നെ അന്നത്തെ മറുപടിയിൽ പാളിച്ചയില്ല. ഇപ്പൊ സനദ് വേണ്ട, രേഖ വേണ്ട എന്ന് ത്തിലേക്ക് എത്തിയപ്പോ വായക്ക് എന്താണോ തോന്നുന്നത് അത് കോതക്ക് പാട്ട് എന്ന് പറഞ്ഞതുപോലെ പൊന്മളതാ തോന്നുന്നൊക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നു. മരണാനന്തരം നിലനിൽക്കുന്ന മുഅ്ജിസത്ത് അത് ഖുർആൻ മാത്രമുള്ളൂ. അന്ന് പൊന്മള ഫതാവ റംലി ഉദ്ധരിച്ചുകൊണ്ട് ഇമാം റംലി റഹ്മഹുള്ളയുടെ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്ന മറുപടി ഒന്ന് കാണും നിങ്ങൾ. മുർസലുകൾക്കും അമ്പിയാക്കൾക്കും ഔലിയാക്കൾക്കും മറ്റ് സജ്ജനങ്ങൾക്കും മരണശേഷം സഹായിക്കാനാകും. കാരണം അമ്പിയാക്കളുടെ മുഅ്ജിസത്തും കണ്ടോ, കാരണം അമ്പിയാക്കളുടെ മുഅ്ജിസത്തും ഔലിയാക്കളുടെ കറാമത്തും അവരുടെ മരണം കൊണ്ട് മുറിഞ്ഞു പോകില്ല. പഴയ പൊന്മുള അബ്ദുൽ ഖാദർ മുസ്ലിയാർ പുതിയ പൊന്മുളയോട് പറയുന്നു, ഇല്ല ഇല്ല, അമ്പിയാക്കളുടെ മുഅ്ജിസത്ത് ഔലിയാക്കളുടെ കറാമത്ത് അത് മരണത്തോടുകൂടെ മുറിയുകയില്ല. എന്റെ SSFകാരാ, പൊന്മുള അബ്ദുൽ ഖാദർ മുസ്ലിയാർ പുറത്തിറക്കിയ ഫതാവ മുഹീസിനുണ്ടോ? ഒന്ന് വായിച്ചു നോക്കൂ. ഒരിക്കലും മുറിയില്ല. അമ്പിയാക്കന്മാർ അവരുടെ ഖബറുകളിൽ ജീവിച്ചിരിക്കുന്നുണ്ടെന്നും, അമ്പിയാക്കന്മാർ അവരെ ഖബറുകളിൽ ജീവിച്ചിരിക്കുന്നുണ്ടെന്നും പൊന്മുള ഇങ്ങനെ സമർത്ഥിക്കുകയാണ്. പഴയ കാലത്ത് സുന്നത്ത് ജമാഅത്തിൽ ഉറച്ചു നിരുന്ന പൊന്മുള അബ്ദുൽ ഖാദർ മുസ്ലിയാർ ഇന്ന് മുടിക്ക് വേണ്ടി എന്തും ന്യായീകരിക്കാൻ തയ്യാറായ പൊന്മുള അബ്ദുൽ ഖാദർ മുസ്ലിയാർ അത് മാറ്റി പറഞ്ഞിരിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട SSFകാരോട് ഞാൻ സ്നേഹത്തോടെ ചോദിക്കുന്നു, നിങ്ങൾ പൊന്മുള മദ്ഹബാണോ കാന്തപുരത്തിന്റെ മദ്ഹബാണോ? നിങ്ങൾ പറയണമത്, നിങ്ങൾ പറയാൻ ബാധ്യസ്ഥരാണ്. എന്റെ പ്രിയപ്പെട്ട ഷാഫി ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ ആ ക്ലിപ്പ് കിട്ടുന്നതിൽ എത്രയും പെട്ടെന്ന് വരണം. നമ്മുടെ സമയം പരിമിതമാണ്. നിങ്ങളെ കാരണ ഞങ്ങളൊന്നുമല്ല, ലോകമെമ്പാടുമുള്ള നമ്മുടെ പ്രവർത്തകന്മാർ, നിങ്ങൾ അരിഭാവികൾ. ക്ലാസ് റൂമാകുമ്പോൾ എല്ലാവരും ഉണ്ടാവുമല്ലോ. നിങ്ങൾ അരിഭാവികളെ കാത്തിരിക്കുന്നുണ്ട്. ഷാഫിയുടെ വരവും കാത്തിരിക്കുക. ഷാഫി ക്ലിപ്പ് കൊണ്ടുവരുമെന്നുള്ള പ്രതീക്ഷയിലാണ് ലോകത്തിന്റെ അഷ്ടദിക്കുള്ളിൽ SSFകാരൊക്കെ കാത്തിരിക്കുന്നു. ഇപ്പൊ ഷാഫി വരും, ആ ക്ലിപ്പ് കേൾപ്പിക്കും. SKSകാർ കുടുങ്ങും എന്ന് കാത്തിരിക്കുന്നുണ്ടാകും. നമ്മുടെ പ്രിയപ്പെട്ട പ്രവർത്തകന്മാരോ ഷാഫി വരുമോ, വന്ന് കിട്ടിയാലോ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാകും. രണ്ടു കൂട്ടരിന് സമാധാനത്തിന് സന്തോഷത്തിന് ഷാഫി എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വരണം, തിരിച്ചു വരണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത്, എന്റെ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ ഗൗരവത്തോടെ ചിന്തിക്കുക. എവിടേക്കാണ് ഈ പോക്ക്? എവിടേക്കാണ് ഈ പോക്ക്? അള്ളാഹുവിന്റെ ദീന് കൊണ്ടല്ലേ കളി നടക്കുന്നത്? പിന്നെ ഇവരൊക്കെ പറഞ്ഞാൽ കണ്ണും ചിമ്പി അംഗീകരിക്കാൻ നമുക്ക് പറ്റുമോ? അത്തരത്തിലുള്ള വിശ്വസ്തരാണ് അവർ. സമൂഹത്തിന്റെ കളവ് മാത്രം പറഞ്ഞ് ശീലമുള്ള കൂട്ടരെ എങ്ങനെ നമ്മൾ വിശ്വസിക്കുക? ഇപ്പൊ നിങ്ങൾക്കറിയില്ലേ, കാന്തപുരം നടത്തിയ കളവുകളുടെ കൂടാരങ്ങൾ നമുക്കില്ലേ, എത്രണ്ണ. ഇപ്പൊ നോക്കി നിങ്ങള് ആ കുറ്റിപ്പുറത്ത് വിഷയം. കാന്തപുരം പറഞ്ഞൊക്കെ കേൾക്കണം എന്നല്ല അവർ പറയണത്. ഇപ്പൊ അങ്ങനെ പറയണത്. മുടിയുടെ സ്ഥാനത്ത് ചോദിച്ചപ്പോ കോഴിക്കോട് നിന്നുള്ള പ്രസംഗിച്ചെന്താ അറിയോ? ഉസ്താദ് പറഞ്ഞാൽ മതി, പിന്നെ ഞങ്ങൾക്ക് അതിനപ്പുറമൊന്നുമില്ല. ആ പിന്നെ സനദിന്റെ ആവശ്യമില്ല, ഉസ്താദ് പറഞ്ഞാൽ മതി. പിന്നെ പാത്രം അവർ കൊണ്ടുള്ളൂ. ഇനി നാളെ എന്തൊക്കെ കൊണ്ടുവരും? സുബ്ഹാന ജല്ല ജലാലു. നമ്മള് ഈ കാലഘട്ടത്തിൽ ജീവിക്കേണ്ടി വന്ന നമ്മുടെ ഒരു ഹതഭാഗ്യം എന്ന് പറയാം, അല്ലാതെ എന്താ പറയാനാ? ഇനി നാളെ എന്തൊക്കെ ഇയാൾ കൊണ്ടുവരാനാവോ? ഇനി മറ്റാളത്തൊരു ഫ്രഷ് പുതപ്പുണ്ട്, ഒരു 50 കൊല്ലം പോലും പഴക്കല്ലാത്ത റസൂലുള്ളാഹിന്റെ പുതപ്പുണ്ട് മറ്റാളത്ത്, അത് ഇഞ്ഞു കൊണ്ടുവരും. ഇന്നിപ്പോ ഒതുക്കുന്നുണ്ട് ഇത്ര സംഭവം. ഇനിയിപ്പോ അവിടെ എന്തെങ്കിലും കൊണ്ടുണ്ട് അല്ലാഹു ആയാലും. ഏതായാലും കോഴിക്കോട്ട് നിന്നുള്ള പ്രസംഗം നിങ്ങൾ. അതുകൊണ്ട് തന്നെ നേരത്തെ ഉസ്താദ് പൊന്മുള ഉസ്താദ് സൂചിപ്പിച്ചുവല്ലോ, AP ഉസ്താദ് മഹാനായ സുൽത്താൻ ഉലമ മുബാറക്കാണെന്നൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ സനദ് അന്വേഷിക്കേണ്ട ഒരു കാര്യവും SSFകാർക്കോ SYSകാർക്കോ ഇല്ല എന്നത് അടിവരയിട്ട് ഞങ്ങൾ. ഉസ്താദ് ഒരു കാര്യമുണ്ട് പറഞ്ഞ പിന്നെ അവിടെ സനദിന്റെ ആവശ്യമില്ല. നല്ല സാധനല്ലേ ഉസ്താദ് പറഞ്ഞ സാധനം. നിങ്ങൾ കണ്ടോടി ഉസ്താദിന്റെ സത്യസന്ധത. നമ്മളെ കുറ്റിപ്പുറത്ത് അദ്ദുന്നൂർ, ഞങ്ങളിപ്പോ 2 ആഴ്ച അദ്ദുന്നൂറിന്റെ വീട്ടിന്റെ മുന്നിൽ പോയിട്ട് പരിപാടി നടത്തി. അദ്ദുന്നൂർ ആരാ? അദ്ദുന്നൂർ? ഇവരുടെ ഉണ്ടെന്ന് പറയപ്പെടുന്ന അഖിലേന്ത്യാ ജമിയത്തുലമയാണല്ലോ.
അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയാണല്ലോ ഉസ്താദ്. അതിന്റെ അഖിലേന്ത്യാ ഓർഗനൈസിംഗ് സെക്രട്ടറിയാണ് ആര്? നമ്മുടെ അബ്ദുന്നൂർ ഉസ്താദ്. അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി, അബ്ദുന്നൂർ അഖിലേന്ത്യാ ഓർഗനൈസിംഗ്. വന്നിട്ടെ അള്ളാഹ് സന്തോഷല്ലേ, വരണമെന്നോ, നമ്മൾ കാത്തിരിക്കല്ലേ. ഹലോ, കയിംചൻ അബ്ദു എന്ന സഹോദരൻ എത്രയും പെട്ടെന്ന് സ്റ്റേജ് പരിസരത്ത് എത്തിച്ചേരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. പാക്കടപ്രായ സ്വദേശി കയിംചൻ അബ്ദു എത്രയും പെട്ടെന്ന് സ്റ്റേജ് പരിസരത്ത് എത്തിച്ചേരുക. പറയപ്പെട്ട ആളെന്ന് ഇവിടെ അത്യാവശ്യം ഒരു കാര്യത്തിന് വേണ്ടിയാണ് ഇത്രയും പെട്ടെന്ന് വേദിയിലേക്ക് വരണമെന്ന് അറിയിച്ചിട്ടുണ്ട്, സംഘടന അറിയിച്ചിട്ടുണ്ട്. ഏതായാലും ഷാഫി വരട്ടെ, കാത്തിരിക്കാം. കുറ്റിപ്പുറത്തെ സംഭവം നോക്കി നിങ്ങൾ. കുറ്റിപ്പുറത്ത് അബ്ദുന്നൂറുമായിട്ടുള്ള ബന്ധം എന്താ? ഉസ്താദ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആണെങ്കിൽ അബ്ദുന്നൂർ ഓർഗനൈസ് സെക്രട്ടറിയാണ്. എന്നിട്ട് ആ അബ്ദുന്നൂരെ പിടികൂടിയപ്പോൾ ഉസ്താദ് പറഞ്ഞെന്താ, ഞാൻ അങ്ങനെ ഒരാളെ തന്നെ അറിയില്ല. നമ്മൾ ആലോചിക്കുന്നു, ഈ കാലഘട്ടത്തിലൊക്കെ ഉസ്താദങ്ങനെ പറഞ്ഞാൽ പഴയ കാലമല്ലോ, പണ്ടങ്ങനെ പറഞ്ഞ് കഴിച്ചിലാകാം. ഇന്നൊക്കെ ലൈവായിട്ട് നടക്കുന്ന കാലഘട്ടമല്ലേ, ഒക്കെ റെക്കോർഡാകെ പോയല്ലേ. കേൾക്കും നിങ്ങൾ ഉസ്താദിന്റെ പ്രസ്താവന. എനിക്ക് അങ്ങനെ ഒരാളെ തന്നെ അറിയില്ല. എനിക്ക് അങ്ങനെ ഒരാളെ തന്നെ അറിയില്ല പറയുമ്പോൾ സ്ക്രീനിലേക്ക് നോക്കി നിങ്ങൾ. അബ്ദുന്നൂർ നിൽക്കണു, ഉസ്താദ് ഇരിക്കണു. പറയട്ടെ, അറിയില്ല. എനിക്ക് അങ്ങനെ ഒരാളെ തന്നെ അറിയില്ല. എനിക്ക് അങ്ങനെ ഒരാളെ തന്നെ അറിയില്ല. അപ്പോഴാണ് പത്രക്കാർ ചോദിച്ചു, അല്ല ഉസ്താദ് ഈ കുറ്റിപ്പുറത്ത് അബ്ദുന്നൂർ? മൂപ്പർ ചോദിച്ചെന്നറിയോ, കുറ്റിപ്പുറം എവിടെയാണെന്ന്. സാധു കുറ്റിപ്പുറം അറിയില്ല. പണ്ട് ഉസ്താദ് കേരള യാത്ര പ്രഖ്യാപനം നടത്തിയ സ്ഥലമാണതേ. ഞങ്ങൾ മറുപടി പോയിട്ടുണ്ടെന്ന് കേട്ടോളൂ. കുറ്റിപ്പുറം എവിടെയാണ്? കുറ്റിപ്പുറം എവിടെയാണ്? ഇത് പശ്ചിമ ബംഗാളിലാണ് കുറ്റിപ്പുറം നല്ലത്. ഇത് കേരളത്തിലും നല്ലത്. പാവലെ വല്ലാത്തൊരു സാധനം. കുറ്റിപ്പുറം മുമ്പേക്കറിയില്ല. എന്നാ ഞാൻ അബ്ദുന്നൂറിനെ അറിയോ? അപ്പൊ അബ്ദുന്നൂർ ചോദിക്കണേ, എന്താ പേര് വന്ന്? എന്താ പേര്? എന്താ പേര്? മുപ്പർക്ക് അബ്ദുന്നൂർ തൊട്ട് ആ പോലും ഓർമ്മല്ലേ. കേട്ടോളൂ. പ്രതിനി തന്നെ അറിയില്ല. മുപ്പർക്ക് അങ്ങനെ പേരും അറിയില്ല, പ്രതിനി അറിയില്ല, കുറ്റിപ്പുറം അറിയില്ല. സാധു. പിന്നെ ഇപ്പൊ മൂപ്പര് എന്താ നമ്മൾ കേൾക്കണല്ലോ. അബ്ദുന്നൂറിന് ഉസ്താദ് അറിയില്ലേ? നമ്മൾ കാണിക്കാം. അബ്ദുന്നൂറുമായി കൊണ്ട് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയ കാന്തപുരം വിഭാഗത്തിന്റെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി ആ കാറിൽ വരുന്നു. നിങ്ങൾ അവിടെ ആരും ശബ്ദകാരൊന്നും ഉണ്ടാക്കണ്ട. എന്റെ പ്രിയപ്പെട്ട നിങ്ങൾ ഇങ്ങോട്ട് ശ്രദ്ധിക്കുക. അതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, തുടക്കത്തിൽ പറഞ്ഞല്ലോ, അതിന്റെ ശൈലിയാണ്. ഈ പരിപാടി എങ്ങനെ നിന്ന് കിട്ടാൻ ആഗ്രഹിക്കുന്നവർ എടുക്കുന്ന ഓരോ തന്ത്രമാണ്. നമ്മളിൽ പെട്ടുപോകരുത്. നിങ്ങൾ ഇങ്ങോട്ട് നോക്കുക. ഇവിടെ മാത്രം മതി, അവിടെ ആരും പോരുത്. നമ്മളെ പ്രവർത്തകരൊക്കെ ഇങ്ങോട്ട് പോരും. ആര് എന്ത് പ്രകോപനം സൃഷ്ടിച്ചാലും നമ്മൾ താഴ്ന്നു കൊടുക്കണം. വിജ്ഞാനം വിനയം ആണ് നമ്മളല്ലേ, വിനയത്തിന്റെ ആൾക്കാരാണ്. അതല്ലേ ഷാഫി അങ്ങനൊക്കെ പറഞ്ഞിട്ട് നമ്മളെന്ത് ചെയ്ത് ചിരിക്കരുത്. ചിരിക്കാൻ പൂജിന്റെ ആയിട്ടൊന്നുമല്ല. പിന്നെ എന്താ കാട്ടുക? മാർഗമല്ലല്ലോ. നമ്മൾ ഓരോ മുഖാമുഖ വേദിയിൽ ഇവർ എന്തൊക്കെ നമ്മൾ പറയണറിയോ? ആ കേൾക്കന്നെ ഇതിന് വിധിക്കപ്പെട്ടല്ലോ നമ്മൾ. എന്റെ പ്രിയപ്പെട്ട SKSന്റെ പ്രവർത്തകന്മാർ ആരവിടെ നിൽക്കരുത്. ഇതൊക്കെ ഇങ്ങോട്ട് വരിക. അവിടെ ആരെന്തോ പറയട്ടെ. ഷാഫി വന്നാൽ, പരിപാടി തീരുന്നതിന് മുമ്പ് വന്നാൽ ഷാഫിക്ക് ആ ക്ലിപ്പിടാനുള്ള അവസരം നമ്മൾ കൊടുക്കും. അതിന്റെ മറുപടി നമ്മൾ പറയും. ഒരു പ്രശ്നം നമുക്ക് ഇല്ല. ഇവിടെ എത്രയോ സ്ഥലത്തുനിന്ന് അവതരിപ്പിച്ചിരിക്കുന്ന വിഷയമല്ലേ. ഇരിക്കട്ടെ. ഈ ചില ക്ലിപ്പുകളൊക്കെ കാണുമ്പോൾ ചിലർക്ക് ഇളകണാണ്. കുന്തിരിക്കും പുകപ്പിക്കുമ്പോഴേ ചിലർക്ക് ഇളക സ്വാഭാവികമാണ്. നിങ്ങൾ അതിലൊന്നും പെടണം. നിങ്ങൾ ഇങ്ങോട്ട് നോക്കി ആ കാറൊന്ന് കാണി. നമ്മൾ അബ്ദുന്നൂറിന്റെ കാറാണ്. എത്ര നല്ലൊരു കാർ, ആഡംബരക്കാരെ കണ്ടോളൂ. ആ ആഡംബര കാറിൽ കാന്തപുരം ഉസ്താദും അബ്ദുന്നൂറും ഇറങ്ങുന്നത് കണ്ടോ? ഒരു ഭാഗത്തിലൂടെ അബ്ദുന്നൂർ ഇറങ്ങുന്നു, മറുഭാഗത്തിലൂടെ കാന്തപുരം ഉസ്താദ് ഇറങ്ങുന്നു. രണ്ടുപേരും പരിപാടിയിലേക്ക് പോകും. എന്നിട്ട് ഉസ്താദ് പറയാൻ, ഞാൻ അങ്ങനെ ഒരാളെ തന്നെ അറിയില്ല. നിങ്ങളെന്ന് ആലോചിച്ചു. ഒരു വൃത്തത്തിനുള്ളിൽ കാണുന്നത് കാന്തപുരം ഉസ്താദ്, ഒരു വൃത്തത്തിനുള്ളിൽ കാണുന്നത് അബ്ദുന്നൂർ. ഉസ്താദ് പറഞ്ഞു, നമ്മൾ അങ്ങനെ ഒരാളെ തന്നെ അറിയില്ല. അബ്ദുന്നൂറിന്റെ കാറിലാണ് വന്നിറങ്ങുന്നത്, അബ്ദുന്നൂറിന്റെ കൂടെയാണ് ഇരിക്കുന്നത്. ഇനി തിരിച്ചു പോകുന്നതും അതേ കാറിൽ. ആ കാർ നിങ്ങൾ നോട്ട് ചെയ്തോളൂ, കാറിന്റെ നമ്പർ നോട്ട് ചെയ്തോളൂ. അബ്ദുന്നൂറിന്റെ ആഡംബര കാർ. ഞങ്ങൾ കുറ്റിപ്പുറത്തോട് കാണിച്ചു കൊടുത്തപ്പോൾ എല്ലാവർക്കും സുപരിചിതമായ കാറാണ് അവിടെ. എന്റെ പ്രിയപ്പെട്ടവരെ, പോലീസിന്റെ ഭാഗത്ത് നിർദ്ദേശം ലഭിച്ചിട്ടുണ്ട്. ഒരു അരമണിക്കൂർ കൂടി പറയാനല്ല നമുക്ക് ആഗ്രഹം. ഷാഫിയെ നമ്മൾ കാത്തിരിക്കുക. പ്രിയപ്പെട്ട പോലീസുകാരോട് നമ്മൾ നന്ദി രേഖപ്പെടുത്തുകയാണ്. അരമണിക്കൂറെങ്കിലും നമുക്ക് തന്നല്ലോ.
അവർക്ക് നമ്മൾ ഹൃദ്യമായി കൃതജ്ഞത സംഘാടക സമിതിക്ക് വേണ്ടി നമ്മൾ അവർക്ക് രേഖപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ഷാഫി അവിടെ ഉണ്ടെങ്കിൽ, ക്ലിപ്പ് കിട്ടിയിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വരണം വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. നോക്കൂ നിങ്ങൾ, ആഡംബര കാർ നോക്കൂ നിങ്ങൾ, ആഡംബര കാറ്, ആ കാറും കാണാം, കാറിന് നമ്പറും ഒക്കെ നിങ്ങൾ കാണാൻ കഴിയും. എന്നിട്ടാ ഉസ്താദ് പറയണത് നമ്മൾ അബ്ദുൽ അറിയില്ല, കുറ്റിപ്പുറം എവിടെയാണെന്ന് പോലും അറിയില്ല. എന്റെ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ ചിന്തിക്കൂ. ഇങ്ങനെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന, അസത്യം പറയുന്ന ഒരാള് ഒരു മുടി കൊണ്ട്, പൊടി കൊണ്ട്, പാത്രം കൊണ്ടുവന്നാൽ കണ്ണഞ്ചി നമ്മൾ സ്വീകരിക്കണമെന്ന. ഇനി അടുത്ത നോക്കി നിങ്ങൾ, ഇവരെ തന്നെ പറ്റിച്ച ജില്ലകളെ നോക്കി നിങ്ങൾ. അതെന്താ? കേരളത്തിലുടനീളം ഇപ്പൊ ഇവിടെയൊക്കെ വെച്ചിരുന്ന മുമ്പ് കാലത്തൊരു ബോർഡ്, എന്താ? ഷെയറേ മുബാറക്ക് മസ്ജിദ് അല്ലേ? ഒരു കാലത്ത് ഇവിടെയൊക്കെ സ്ഥാപിച്ചൊരു ബോർഡാണ്. 1000 രൂപ കൊടുത്ത് പങ്കാളികളാവുക. എല്ലായിടത്തും കാശ് വാങ്ങി, ചിലത്തിന് 1000, ചിലത്തിന് 2000, ചിലർ 5000, ചിലർ 15000. ഉസ്താദ് പറഞ്ഞു ഒരു മുസല്ലന്റെ സ്ഥലത്തിന് 25,000 റുപ്യ ആവശ്യമുണ്ട്, അതുകൊണ്ട് 25,000 തരണം. ഈ ബോർഡ് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? നമ്മുടെ നാട്ടിലൊക്കെ തൂങ്ങിയിരുന്ന ഒരു കാലത്തുണ്ടായിരുന്ന ഒരു ബോർഡാണത് അല്ലേ? നോക്കൂ നിങ്ങൾ, ആ പള്ളിക്ക് വേണ്ടി ഉസ്താദ് പിരിച്ചില്ലേ? ഇവിടുത്തെ SSFകാർ പിരിച്ചില്ലേ? കാനൂര് ഭാഗത്തിന്റെ ആളുകൾ നാട് നീളെ പിരിച്ചില്ലേ? 40 കോടിയിലേറെ രൂപ പിരിച്ചെടുത്തില്ലേ? എന്നിട്ട് ഇപ്പോൾ പറയുന്നതാ അങ്ങനെ പിരിയെ നടന്നിട്ടില്ല, ഉസ്താദ് പിരിക്കുന്ന. നിങ്ങൾ ആരും അങ്ങോട്ട് നോക്കണം. ഞാൻ പറഞ്ഞില്ലേ, അതൊക്കെ ഇതിന്റെ ഒരു ഭാഗമാണ്. അവിടെ ഒന്നുമില്ല. ആ റോഡ് ബ്ലോക്ക് ആകുമ്പോൾ നമ്മുടെ സംഘടന അങ്ങോട്ട് ഇങ്ങോട്ട് എന്ന് പറയണം, വേറെ ഒന്നുമില്ല. നിങ്ങൾ ഇവിടെ ഇരുന്നാൽ മതി. ഇതൊക്കെ ഇതിന്റെ ഒരു ഭാഗമാണ് കൂട്ടരെ. കൂടുതലുള്ളവർ അദ്ദേഹത്തിന്റെ സ്വന്തം വകയിലും മാതാപിതാക്കളും മക്കളുമാരും ഭർത്താക്കളും ഇങ്ങനെ തരുന്നവരുണ്ട്. ചിലർ ആ പള്ളിയിൽ ഒരാൾക്ക് നിസ്കരിക്കാനുള്ള ചെറിയ ഒരു മുസല്ല സ്ഥലം, മുസല്ല എന്ന് പറഞ്ഞാൽ നിസ്കരിക്കുന്ന മുസല്ല കാർപ്പറ്റിലുള്ളതല്ല, സ്ഥലത്തിന് 25,000 രൂപ കണക്കാക്കി അങ്ങനെ 1 നും 2 നുമൊക്കെ തരുന്നവർ ഉണ്ട്. അങ്ങനെ അൽഹംദുലില്ലാഹ് സാധുക്കളായ ജനങ്ങൾ, പാവപ്പെട്ട മുതഅല്ലിമീങ്ങൾ, സാധുക്കൾ, വളരെ സാധുക്കൾ ഒരു കൂപ്പൺ വാങ്ങുകയാണ്. ഇൻഷാ അല്ലാഹ് അങ്ങനെയുള്ള സാധുക്കളുടെ സഹായത്തോടെ, പാവപ്പെട്ടവരുടെ സഹായത്തോടെ, ലോക മുസ്ലിമീങ്ങളുടെ ഐക്യത്തോടെ, ലോക മുസ്ലിങ്ങളുടെ ഐക്യത്തോടെ, അതിന് ഞങ്ങളെ പേരന് ഒട്ടിക്കില്ലേ? അതൊക്കെ ഞങ്ങളില്ല. ലോക മുസ്ലിങ്ങൾ ഐക്യത്തോടെ പള്ളി ഒരു പറയുന്നത് ഏ പള്ളി? മുടിപ്പള്ളി. പറയട്ടെ. ഇൻഷാ അല്ലാഹ് ആ പള്ളിയും നിലവിൽ വരും. അല്ലാഹു ഒരു കാലത്ത് പ്രസംഗിച്ചതാണ്, ആ പള്ളി നിലവിൽ വരും. ലോക മുസ്ലിമീങ്ങൾ ഐക്യത്തോടെ ആ പള്ളി നിലവിൽ വരും. എന്റെ പ്രിയപ്പെട്ട സംഘാടകർ, SKSന്റെ പ്രവർത്തകന്മാർ, അനുഭാവികളോട് സ്നേഹത്തോടെ പറയുന്നു, നിങ്ങൾ ഇങ്ങോട്ട് പോരണം. അവിടെ നിൽക്കരുത്, അവിടെ ഒന്നുമില്ല. അതൊക്കെ ഇതിന്റെ ഒരു ഭാഗമാണ്. ഞങ്ങൾക്കതല്ലേ വളരെ ഹാപ്പി ആയിട്ട് പറയേണ്ടത്. നമ്മളിത് സ്ഥിരം കാണുന്നല്ലേ, പല ഭാഗത്ത് ചെല്ലുമ്പോൾ എന്തൊക്കെ രീതിയിലാണ് വരാറുള്ളത്. അതൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചിട്ടല്ലേ നമ്മൾ പോരുന്നത്. വീട്ടിൽ നിന്ന് വരുമ്പോൾ നമ്മളാരും ഭാര്യയോടൊന്നും തിരിച്ചു വരാണ്ട് പോരലില്ല. എന്നാ കാണാൻ അത്രേ ഉള്ളൂ. ഇതൊക്കെ രണ്ടും കൽപ്പിച്ചിട്ടുണ്ടല്ലോ. നിങ്ങൾ എന്തിനു പോടി ഇങ്ങോട്ട് നിൽക്കുകയും അവിടേക്ക് ആരും പോണ്ട. ആരെത്ര പ്രകോപിതരായാലും നമ്മെ സംബന്ധിച്ചിടത്തോളം ആദർശം കൈയുള്ള കാലത്തോളം ഒരു ശക്തിയെയും ഒരു വ്യക്തിയെയും പേടിക്കേണ്ട ഒരു സാഹചര്യം നമുക്കില്ല. ആദർശം കയ്യിലുണ്ട്. ഇവരെന്താ നമുക്ക് പേടി? അവരുടെ കയ്യിലില്ലാത്തതുകൊണ്ടല്ലേ. അല്ലെങ്കിൽ ആ ക്ലിപ്പിണ്ടിപ്പോൾ എത്തൂലേ? എവിടെ ഉണ്ടെങ്കിലും ഉസ്താദ് വിചാരിച്ചപ്പോ അവിടെ എത്തൂലേ? ഉസ്താദ് വിചാരിക്കൊന്നും നടക്കൂലല്ലോ, അവിടെ എത്തേണ്ടതല്ലേ. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത്, ഈ മുടിപ്പള്ളിക്ക് വേണ്ടി ഉസ്താദ് നേരിട്ട് പിരിച്ചു. നിങ്ങൾ ശബ്ദം കേട്ടു. 1000 രൂപ, 25,000 രൂപ. മാത്രമല്ല, നിങ്ങൾ കാണുന്നത് സിറാജ് പത്രമാണ് കാണുന്നത്. ആ സിറാജ് പത്രം 2011 ഇറങ്ങിയ സിറാജ് പത്രമാണ്. അതിന്റെ 2011 ഇറങ്ങിയ സിറാജ് പത്രത്തിന്റെ 12ാമത്തെ പേജ് സഫകാര പഴയകാല സിറാജ് കൊണ്ട് കടല പരിശോധിച്ചു. എന്താ എഴുതി വെച്ചത്? ചുരുങ്ങിയത്, ഏറ്റവും ചുരുങ്ങിയത് 1000 രൂപയെങ്കിലും നൽകി ഷെയർ മുബാറക് മസ്ജിദ് നിർമ്മാണത്തിൽ വിശ്വാസികൾക്ക് പങ്കാളിയാകാം. 1000 രൂപ കൊടുക്കണം, ചുരുങ്ങിയത് കിട്ടണം, എന്നാലേ ഒരു പങ്കാളിയാകാൻ പറ്റുള്ളൂ. എന്തിനാണ് പള്ളി ഉണ്ടാക്കുന്നത്? അതും ആ പത്രത്തിൽ അന്ന് എഴുതി. എന്താ? ഇന്തോ സാരസൻ ശൈലിയിൽ നിർമ്മിക്കുന്ന പള്ളിയുടെ മധ്യഭാഗത്ത് ഉയരം കൂടിയ താഴെക്കുടത്തിന് താഴെയായിരിക്കും തിരികേശം സൂക്ഷിക്കുക. ഈ മുടി സൂക്ഷിക്കാനാണ് ഈ പള്ളി ഉണ്ടാക്കുന്നത് എന്നല്ലേ അന്ന് പറഞ്ഞത്. എന്നിട്ടല്ലേ പിരിച്ചത്?
പാവം നമ്മളെ പകരക്കാരൻ സ്വപ്നജീവിയൊക്കെ കരഞ്ഞു വയല് പറഞ്ഞ് പിരിച്ചില്ലേ. മാത്രല്ല നമ്മളെ പത്തിപ്പിരിയത്തുകാരൻ സക്കാഫിയോ സുബ്ഹാനല്ലാ, അദ്ദേഹം അന്ന് എന്താ പ്രസംഗിച്ചത്? ഈ പള്ളി ഇവിടെ വരും, ഇന്ത്യയിലെ ഏറ്റവും വലിയ പള്ളിയാകും, ഖമറുൽ ഉലമ കാന്തപുരത്തിന്റെ മഹനീയ കരങ്ങളാൽ കോഴിക്കോട് നഗരത്തിൽ നിർമ്മിക്കപ്പെടും. SKSSFകാരൊക്കെ ഭാവിയിൽ സ്കൂളിൽ ചെല്ലുമ്പോ ചോദ്യപേപ്പറിൽ ആൻസർ ചെയ്തിട്ടുണ്ട് ഒരു ഉസ്താദിന്റെ പേര്. എന്തൊക്കെ ഒരു കാലത്ത് പ്രസംഗിച്ചു അല്ലേ, എന്തൊക്കെ പറഞ്ഞു ഈ മുടിപ്പള്ളിക്ക് വേണ്ടി. പത്തപ്പിരിയത്തുകാരന്റെ പ്രസംഗം കേൾക്കും നിങ്ങൾ. എതിർക്കാൻ തുടങ്ങി. മാത്രമല്ല കുട്ടികളെ, ഈ പള്ളി ഉയർന്നു വന്നാലേ എന്താ പറയുന്നത്, ഒരു ഇന്ത്യ രാജ്യത്തെ ഏറ്റവും വലിയ പള്ളിയോ. അത് 4 ലക്ഷം ആൾക്കാർ പിന്തുണ ചുരുങ്ങിയ വേപ്പിസ്ഥാനുണ്ടെന്ന് വരും. അതെങ്ങനെ ഈ പള്ളി വന്ന് 4 ലക്ഷം ആൾക്കാർ പിന്തുണ എന്താ? അത് 1000 ഉറുപ്പ്യ വെച്ച് എല്ലാവരും കൊടുക്കല്ലേ. 1000 ഉറുപ്പ്യ വെച്ച് 40 കോടിയാണെങ്കിൽ 4 ലക്ഷം ഉണ്ടാവും. പക്ഷെ കൊടുത്തവരൊക്കെ പിന്മാറിന് മുപ്പരിക്കാരുണ്ട്. ഒന്ന് കൊടുത്തു തങ്ങൾ പാപ്പാൻ അല്ലെ, അതിശാബ്ദങ്ങളാ തങ്ങൾ എന്താ പറഞ്ഞത്? ആ കാശ് തിരിച്ചു തരണം. നേരൊക്കെ തിരിച്ചു കൊടുത്തു തങ്ങള്. അങ്ങനെ എത്ര ആൾ കരഞ്ഞു പറയണ്ട ആ പൈസ തിരിച്ചിട്ടെങ്കിന്ന്. പറയട്ടെ. 3 ഏപ്പിസ്ഥാൻ വഫാത്തായാലും അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ, വഫാത്തായാലും ജീവിക്കുന്ന സ്മാരകമായിട്ട് വരും. അങ്ങനെ വരുമ്പോ ഇപ്പൊ താജ്മഹൽ ഷാജഹാൻ ചക്രവർത്തി ഉണ്ടാക്കി, ലാൽക്കില ചെങ്കോട്ട, ദില്ലി ജുമാ മസ്ജിദ്, അതുപോലെ തന്നെ പാർലമെന്റ് മന്ദിരം, ബിർള മന്ദിരം, ഇന്ത്യ ഗേറ്റ്, കുത്തുബ് മീനാർ, അങ്ങനെ പലതും ആസ്ഥാനത്തുണ്ട്. അതൊക്കെ നമ്മുടെ സാമൂഹ്യ പാഠാവലി കുട്ടികൾ ഇങ്ങനെ പഠിക്കാൻ ഉണ്ടാക്കിയത് ഷാജഹാൻ ചക്രവർത്തി ഉണ്ടാക്കിയ, മുഗചക്രവർത്തിമാരുണ്ടാക്കിയത്. ഇതുപോലെ കുറെ കാലം കഴിയുമ്പോ ഇന്ത്യ രാജ്യത്തെ ഏറ്റവും വലിയ പള്ളി എവിടെ? കേരളത്തിൽ. അതുണ്ടാക്കിയതായിരുന്നൊക്കെ ചോദ്യം വരുമ്പോ ഏപ്പിസ്ഥാൻ സ്മരിക്കപ്പെട്ടെങ്കിലോ അതെന്ത് ഉഹർവിയ പണ്ഡിതമാർ ലക്ഷണം പറഞ്ഞെടുത്ത് കസ്തലാനി പറഞ്ഞിട്ടുണ്ട്. വൽ ഹയാത്തുൽ അബദിയ്യ. എന്റെ അർത്ഥം പരീക്ഷ പേപ്പറിൽ ചോദ്യം വരുമ്പോ ഉസ്താദ് സ്മരിക്കപ്പെടും. വൽ ഹയാത്തുൽ അബദിയ്യ കസ്തലാനി പറഞ്ഞ ഉസ്താദിനെ പറ്റിയിട്ടാ. മുജാഹിദ് ബാലിഷിന്റെ ഒപ്പം വെച്ച് കൂട്ടാൻ പറ്റിയ സാധനം. അപ്പോട്ടെ എതിർക്കണം. എന്നാൽ ഒരു കാര്യം ഞാൻ പറയട്ടെ, എസ്കക്കാരെ, ഈ പള്ളി എതിർക്കുന്ന സാക്ഷാൽ മുജാഹിദ, സാക്ഷാൽ ജമാഅത്ത്, സാക്ഷാൽ എസ്കക്കാര്, നിങ്ങളിപ്പോൾ ആ പള്ളി എതിർത്താലും ഇൻഷാ അല്ലാഹ് ആ പള്ളി കയറിയ ശേഷം ഒരു 100 കൊല്ലം കഴിയുമ്പോ നിങ്ങളുടെ പേരക്കുട്ടികളെ കൈകളെ കൊണ്ട് പരീക്ഷ പേപ്പറിൽ ചോദ്യം, ഇന്ത്യ രാജ്യത്തെ ഏറ്റവും വലിയ പള്ളി ഉണ്ടാക്കിയ ആളാരാണ്? ആ ചോദ്യം വരുമ്പോൾ നിങ്ങളെ കൈകളെ കൊണ്ട് കാന്തപുരം നേട്ടിവർക്ക് സമീപിക്കും. ഒരു നൂറ്റാണ്ട് കഴിഞ്ഞിട്ടേ നമ്മളെ കുട്ടികളൊക്കെ സ്കൂളിൽ പരീക്ഷ പേപ്പറിൽ എന്ത് ചെയ്തും? ആ പള്ളി ഉണ്ടാക്കി ഉസ്താദാണെന്ന് എഴുതും. ഞങ്ങളെ കുട്ടികളെ തോറ്റാലും ശരി, ഞങ്ങളെ കുട്ടികളെ എഴുതൂല. ഞങ്ങൾ എഴുതും. അതിനൊരു നൂറ്റാണ്ടെന്ന് ഞങ്ങൾ കാത്തിരിക്കണമില്ല. നിങ്ങളും എഴുതും, ഞങ്ങളും എഴുതും. കാന്തപുരം എത്തിയ നോക്കും മുസ്ലിയാർ. പക്ഷേ ക്വസ്റ്റ്യൻ വേറെ. നിങ്ങൾ ഈ പറഞ്ഞ ക്വസ്റ്റ്യൻ അല്ല ഞങ്ങൾ ആൻസർ ചെയ്യാം. എന്താ ക്വസ്റ്റ്യൻ? പുണ്യനബി മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പേരിൽ വ്യാജ മുടി കൊണ്ടുവന്ന് വ്യാജ പിരിവ് നടത്തിയിട്ട് കോടികളുടെ പള്ളി ഉണ്ടാക്കുമെന്ന് السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. ما بعد. ഒരു മനോഹരമായ എന്നാൽ മനോഹരം എന്ന് മാത്രമല്ല പ്രൗഢോജ്ജലമായ ഒരു മുഖാമുഖം. അത് അവസാനിക്കാൻ ഇനി 10-15 മിനിറ്റും കൂടിയേ ഉള്ളൂ. പക്ഷെ അതേസമയത്ത് നൂറുൻ അലാ നൂർ, അതിൽ നാം കൃത്യത പാലിക്കാറുണ്ട്. UAE സമയം 9 മണി, ഇന്ത്യൻ സമയം 10:30 തന്നെ അത് തുടങ്ങണം. അത് കുറച്ച് വൈകിട്ടുണ്ട്, 10 മിനിറ്റ് ഒക്കെ വൈകിട്ടുണ്ട്. സർവ്വസാധാരണയാണ്. ഇതൊരു ഷാഫി വരും വെച്ചിട്ടേ, ആ ഷാഫി വരുമോ എന്നാൽ അതൊന്ന് കേൾക്കാലോ അല്ലെ എന്നിങ്ങനെ വിചാരിച്ച് ഒരു 10-15 മിനിറ്റ് ഒന്ന് നീട്ടിയതാണ്. ഏതായാലും ശരി, വളരെ മനോഹരമായ ഒരു മുഖാമുഖമായിട്ടുണ്ട്. പിന്നെ വളരെ മനോഹരമായ ഒരു മുഖാമുഖം എന്ന് പറഞ്ഞാൽ ഒരു ചോദ്യം, ആ ചോദ്യങ്ങൾക്കൊക്കെ മറുപടി ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് നമ്മുടെ മുഖാമുഖത്തിൽ അടക്കം കൊടുക്കണല്ലേ. നമ്മുടെ മുഖാമുഖത്തിൽ അടക്കം ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദാണ് ചോദ്യത്തിന് മറുപടി കൊടുക്കുന്നത്. ബർക്കത്ത് എടുക്കാവുന്ന സാധനങ്ങൾ വിൽക്കാൻ പാടുണ്ടോ? അതിന് ഉത്തരം കൊടുക്കാൻ കാന്തപുരം തന്നെയാണ്. പിന്നെ അതിന് പുറമെ ഇപ്പൊ അദ്ദേഹത്തിനോട് പറഞ്ഞ് കാസിമി വിറ്റോ തെളിയിക്കാൻ വേണ്ടി അദ്ദേഹത്തിന് മൈക്ക് കൊടുക്കാം, പിന്നെ നമ്മുടെ സൗകര്യങ്ങൾ ഏർപ്പെടുത്തി കൊടുക്കാന്നൊക്കെ പറഞ്ഞു. അദ്ദേഹം
അത് സംഘടിപ്പിക്കാൻ വേണ്ടി പോരാ. മൂപ്പര ക്യാമറ അല്ല മൊബൈൽ ഉണ്ടായിരുന്നു, ഷാഫിയുടെ മൊബൈൽ ഉണ്ടായിരുന്നു, അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി മൂപ്പര് വേറെ പുറത്തുനിന്ന് വാങ്ങാൻ വേണ്ടി പോയാൽ ഇതുവരേക്കും വന്നിട്ടില്ല.